ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ ഒരു 15 ഇയേഴ്സ് എബോ അവർ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. പക്ഷെ അത്രയും കാലം അവർ പഠിച്ചു, എന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ആർക്കും ഒരു ആൻസർ ഇല്ല. ഇന്റഗ്രേഷൻസ് വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ നോക്കിയിട്ടും പിന്നെ അവരുടെ ഈ ഒരു 12,000 പേർക്ക് ഒറ്റ ഒരു ഇംപ്ലിമെന്റേഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും 12,000 പേരെ വരെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു ഘടകം ഉണ്ടായത് കൊണ്ട് തന്നെ ഇത്രയും പേരുടെ പണി പോവുകയാണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ ഡേ ബൈ ഡേ ഓരോ സെക്കൻഡിലും ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാലത്ത് നമ്മളിപ്പോൾ ഈവൻ ഒരു IT ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രി മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും എന്താണോ സിലബസിൽ ഉള്ളത് അത് മാത്രം പഠിക്കാതെ അവരെന്ത് ചെയ്യണം, ലൈക്ക് ടെക്നോളജീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ ഇതൊക്കെ സെൽഫ് ലേണിംഗിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്നത്തെ ജനറേഷനിൽ ഇല്ലാത്തൊരു സംഭവമാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്കിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ആ തെറ്റ് പറ്റുന്ന സമയത്ത് നമ്മളത് കൂടുതൽ ലേൺ ചെയ്യും. ഒരു കുട്ടി ചോദിക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മേ ബി ആ ക്ലാസ്സിന് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ അതിന് പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ആ തെറ്റ് അവിടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഷുവറായിട്ടും പിന്നെ ഒരു കുട്ടിയെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ തെറ്റ് വരാതെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എത്രത്തോളം മടിയനാവുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, എക്സലിൽ എക്സലൻസ് ആവും എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആവുമ്പോൾ ഞാൻ പറയുന്നു, നല്ലൊരു എക്സ്പെർട്ട് മെൻറ്റർ ആണെങ്കിൽ നമ്മൾ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ആ എക്സ്പെർട്ടൈസ് നോളജ് കിട്ടും. നമ്മൾ ചെറിയ മിസ്റ്റേക്കുകൾ, ഇപ്പോൾ സാറിന് ഞാൻ കാണിച്ചതുപോലെ ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മറ്റേത് അവിടെ ഇരുന്ന് പറയുന്നു, നമ്മളത് ചെയ്യുന്നു, അതിന് കൂടുതൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ഓൺലൈൻ എന്നുള്ള സാധനം അത്ര വലിയ നമുക്ക് നെഗല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഫീസിബിൾ ആണ്, നമ്മൾ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആവാനും ഇതൊക്കെ യൂസ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് അതല്ല, ആ മൈൻഡ് സെറ്റ്, ഒരാളുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ അതോ അതല്ല ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതിന്നാണ് നമ്മൾ ജോബ് കരിയർ ഏത് ചൂസ് ചെയ്യണം എന്ന് വരെ നമ്മൾ എത്തേണ്ട ഒരു രീതിയിലോട്ട് എത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹായ്, സ്കില്ലേജ് അക്കാഡമി എന്നാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എവിടുന്ന് സംസാരിക്കണമെന്നോ എന്ത് സംസാരിക്കണമെന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കില്ല. പക്ഷെ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് സൗകര്യങ്ങളിൽ നിന്നും സംസാരിക്കേണ്ടത് തന്നെ ഞങ്ങൾക്ക് അറിയുന്ന ആശയങ്ങൾ, ഞങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങുന്നൊരു പോഡ്കാസ്റ്റാണിത്. ഞങ്ങൾ 4 പേരും പല രീതിയിൽ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി സ്കില്ലേജ് അക്കാഡമിയുടെ ഓരോ ദിവസങ്ങളിലും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളുടെ ദിവസേനയുള്ള കാര്യങ്ങൾ, ഞങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമുക്കുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിനെ മുന്നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയ പരിചയക്കുറവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് മുഹമ്മദ് റയാൻ, വീട് വയനാടാണ്. സ്കില്ലേജ് അക്കാഡമിയുടെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് ലുത്ഫുള്ള. ഞാൻ കറൻ്റ് സ്കില്ലേജ് അക്കാഡമിയിൽ ഓപ്പറേഷൻസ് ഹെഡായി വർക്ക് ചെയ്യാണ്. കൂടാതെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ കോഴ്സ് ഡയറക്ടറായിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ മേഖലയിൽ എനിക്ക് നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ടോപ്പിക്സ് ആയിട്ടുള്ള GST, അതേപോലെ നോർമൽ അക്കൗണ്ട്സ്, അതേപോലെ ടാക്സേഷൻ മേഖലയിൽ GCC, VAT ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കുറിച്ച് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ സിമ്പിളായിട്ടും എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് സംവദിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പേര് സഹൽ, പാലക്കാടാണ് സ്ഥലം. സ്കില്ലേജിലെ BDM ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അൻഷിത്, ഞാൻ മലപ്പുറത്തുകാരനാണ്. സ്കില്ലേജിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ 4 പേരും 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ വയനാട് നിന്ന് വരുന്ന ആളാണ്. ഋതു സാറ് നിലമ്പൂരിൽ നിന്നുള്ള ആളാണ്. സഹല അവിടെ പാലക്കാട് നിന്ന് വരുന്നതാണ്. അൻഷി മലപ്പുറത്തുകാരനാണ്. ഞങ്ങൾക്ക് പലർക്കും ഈ സ്കില്ലേജ് അക്കാഡമിയിൽ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ, ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു ജേണിയിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 4 പേരും 4 മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. 4 രീതിയിലാണ് ഞങ്ങൾ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും ബാക്കിയുള്ള സ്കില്ലേജിലെ ഓപ്പറേഷൻസിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഞങ്ങൾ 4 പേരും 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതും. 4 പേർക്കും 4 തലയാണ്. ഞങ്ങൾ 4 പേരും 4 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല 4 പേരും 4 മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരാൾ HR, ഒരാൾ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ഒരാൾ സെയിൽസ്, ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്.
ഇവിടെയൊക്കെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കല ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പോലും ഇവിടെയുള്ള സ്റ്റുഡൻസിനെ ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മാറ്റങ്ങൾ, അവരുടെ പ്രോഗ്രസീവ്നെസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് നിങ്ങളെ മുന്നിലേക്കും കൂടി ഒന്ന് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം. നാളെ ഈ പോഡ്കാസ്റ്റിൽ ചിലപ്പോൾ സ്റ്റുഡൻസ് വന്നിട്ടായിരിക്കും നമ്മൾ നാളെ ഈ പോഡ്കാസ്റ്റിൽ ഈ 4 പേര് മാത്രമല്ലായിരിക്കും, ചിലപ്പം ഞങ്ങളെ പിന്നിലിരിക്കുന്ന ക്യാമറാമാൻ ഉണ്ട്, ഞങ്ങളെ പിന്നിലിരിക്കുന്ന ഇന്റേൺസ് ഉണ്ട്, അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല, വേറെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഈ പോഡ്കാസ്റ്റ് നല്ലൊരു മനോഹരമായിട്ടുള്ള, എന്നാൽ കാണുന്നവർക്ക് വെറുതെ ആവരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ടു സ്കില്ലേജ് പോഡ്കാസ്റ്റ്. അത് വേണ്ട, അപ്പൊ ഇങ്ങനെ ആട്ടുമ്പോൾ ഇവിടെ സ്കില്ലേജ് പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടോ. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൽ അക്കാഡമി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഈ അടുത്ത് വന്ന കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. TCSൽ ടാറ്റ കൺസൾട്ടൻസി TCSൽ നിന്ന് ഏകദേശം 12,000 പേര് ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നു എന്നുള്ള ഒരു വാർത്ത. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം എന്ന് പറയുന്നത് AI ഇൻ്റഗ്രേഷൻസ് വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ AI യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ നോക്കിയിട്ടും പിന്നെ അവരുടെ ഈ ഒരു 12,000 പേർക്ക് ഒറ്റ ഒരു AI ഇംപ്ലിമെൻറ്റേഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും 12,000 പേരെ വരെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു ഘടകം ഉണ്ടായത് കൊണ്ട് തന്നെ ഇത്രയും പേരുടെ പണി പോവുകയാണ്. പക്ഷെ സ്കില്ലേജ് അക്കാഡമിയിൽ സ്കില്ലാണ് നമ്മൾ കൊടുക്കുന്നത്. സ്കില്ല് കൊടുക്കുന്നതോട് കൂടെ തന്നെ അവരെ പ്ലേസ്മെന്റ് ആക്കുക, അവരുടെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ മെയിൻ എയിം. സോ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ റയാൻ സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു 12,000 പേരെ നമ്മൾ TCS പിരിച്ചു വിട്ടു എന്നുള്ള രൂപത്തിലൊരു വാർത്ത വരുമ്പോൾ സ്കില്ലേജ് അക്കാഡമി എന്ന് പറയുന്ന സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാഡമിയിലേക്ക് കുട്ടികൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഇല്ല, ഞാൻ അങ്ങനെ അതിൽ കാണുന്നില്ല. ആസ് ആൻ HR മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ AI റീപ്ലേസ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും എന്തുണ്ടാക്കും, ഹ്യൂമൻസിന്റെ പിരിച്ചുവിടൽ എന്നുള്ളൊരു സാധ്യതയുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും ഒരു AI റീപ്ലേസ്മെന്റ് സാധ്യമല്ലാത്തത് എങ്ങനെയായാലും ഈ AI പ്രോപ്പർ വർക്കിങ്ങിനും ഹ്യൂമൻ ബീയിങ്സിന്റെ തിങ്കിങ് അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഫാക്ടർ ആവുന്നത് ആ AI റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ ഹ്യൂമൻസിനെ പിരിച്ചുവിടുന്നത് അത് അവിടെ ഫാക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കോമ്പീറ്റൻസിയാണ്, അവരുടെ സ്കിൽസ് തന്നെയാണ്. അവർക്ക് ആ AI കൂടെ അല്ലെങ്കിൽ AI പ്രൊമോട്ട് ചെയ്തുകൊണ്ട് AI എഞ്ചിനീയറിംഗ് പോലത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് AI ട്രെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ഒരിക്കലും ആ ഒരു കഴിവ് അവർക്കുണ്ടെങ്കിൽ, ആ ഒരു സ്കില്ല് അവർക്കുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ബിലോ ആവറേജ് ആയി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും AI റീപ്ലേസ്മെന്റ് ഒരു വിഷയമായിട്ട് റയൻ സാർ പറയുന്ന AI ഒരു ലെവലിൽ ഉണ്ടെങ്കിൽ അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. എന്താ വെച്ചാൽ AI ഡോമിനേറ്റിംഗ് അല്ലെങ്കിലും ആ AI ട്രെയിൻ ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പം ChatGPT അടക്കം മലയാളത്തിന്റെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്നത് നമ്മളെ ഈ ട്രെയിൻ ചെയ്ത് ഇൻപുട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഹ്യൂമൻസ് ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ChatGPT നമുക്ക് അത് ട്രെയിൻ ചെയ്ത് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിങ് ലെവലിൽ AI എഞ്ചിനീയറിംഗ് പോലത്തെ AI സ്കില്ലിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെയാവും. ആ സമയത്ത് നമ്മൾക്കൊരിക്കലും മെഷീനെ പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഒരു മെഷീനായിട്ട് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ മെഷീനെ പ്രോപ്പർലി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്നോളജീസിൽ എന്തായാലും ഡെവലപ്മെന്റ് വരും. ആ ഡെവലപ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പണ്ട് കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സമരം ചെയ്തവർക്കാണെന്ന് എന്തില്ലാത്തത്, തൊഴിലില്ലാത്തത് എന്നുള്ള ഒരു പാർട്ടുണ്ട് അതിൽ. അതേമാതിരി ChatGPT അല്ലെങ്കിൽ ടെക്നോളജീസ് വരുന്ന സമയത്തും അത് നമ്മൾ അതിനെ പഠിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാം, ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഡേ ബൈ ഡേ ഓരോ സെക്കൻഡിലും ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
സോ ഈ ഒരു കാലത്ത് നമ്മളിപ്പോൾ ഈവൻ ഒരു IT ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രി മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും, എന്താണോ സിലബസിൽ ഉള്ളത് അത് മാത്രം പഠിക്കാതെ അവരെന്ത് ചെയ്യണം, ലൈക്ക് ടെക്നോളജീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ ഇതൊക്കെ സെൽഫ് ലേണിംഗിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് സെൽഫ് ലേണിംഗിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുള്ളൂ. ഈവൻ ഇപ്പോൾ ഒരു TCS ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് MNCകളിലായിക്കോട്ടെ അവർ ജോബിന് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ടെക്നോളജി അത്രത്തോളം അറിഞ്ഞാലേ നമുക്ക് അവിടെ ജോബ് എക്സിസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ ജനറേഷനിൽ ഇല്ലാത്തൊരു സംഭവമാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്കിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെൽഫ് ലേൺ ചെയ്യുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മളെ സംബന്ധിച്ച് നമ്മളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമുക്ക് ആളുകളെ ഇത് വാച്ച് ചെയ്യണം എന്നാണ് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺടെന്റ്. റീസെൻ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടു, ഫിറോസ് ചുറ്റിപ്പാറ അല്ലേ, വില്ലേജ് ഫുഡ് ചാനൽ, ആ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവുകയാണെന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് ലോങ് വീഡിയോസ് കാണാൻ ആളുകൾക്ക് സമയമില്ല എന്നുള്ളൊരു പാർട്ട് കൂടെ അതിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് അറ്റൻഷൻ എന്ന് ഇപ്പോൾ റീൽസിലോട്ടും ഞാൻ പറയുന്നത് ലോങ് വീഡിയോക്ക് എന്താണ് സമയമില്ല എന്നല്ല, ഡിസ്ട്രാക്ടറാണ്. പെട്ടെന്ന് കൂടുതൽ കാര്യത്തിൽ ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആയി കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ഇന്ന് ആരും റെഡിയല്ല എന്ന്. അപ്പോൾ ഒരു ബുക്ക് വായിക്കാനാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് പെട്ടെന്ന് നമ്മളൊരു തോട്ടിലേക്ക് വേറെ ഒരു രീതിയിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവുകയാണ്. നമുക്കിത് ക്ലാസ്സിൽ തന്നെ അറിയാം. കാരണം കുട്ടികളുടെ അറ്റൻഷൻ എന്ന് പറയുന്ന ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് റീൽസും കാര്യങ്ങളും കണ്ട് ഇതിൽ വരുന്നൊരു ഡീമെറിറ്റ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ അതായത് ക്ലാസ് എടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ മാറ്റം വരുന്നത് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇത് കുറച്ച് ക്ലാസ് പിന്നെ കുറച്ച് കഥ പറയണം, ഇല്ലെങ്കിൽ അവരെന്തായി പിന്നീട് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് പറയുമ്പോൾ ഉള്ള ഒരു മെയിൻ സംഭവമാണ് ഈ മറ്റേ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് BEd ഇന്നും BEdലുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫോളോ ചെയ്തു വരുന്ന സംഭവങ്ങളാണ് ഇന്ന് BEdൽ വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചാർട്ട് പേപ്പറിലാണ് ഓരോ വർക്ക്സും കാര്യങ്ങളും ഉള്ളത്. അല്ലാതെ AI വരുന്നു, ടെക്നോളജീസ് വരുന്നു, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് TV വരുന്നു, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് അല്ല ഇന്ന് BEd സെൻറ്റേഴ്സിൽ പോലും ഉള്ളത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുമ്പം ഒരു വലിയ മാറ്റമുണ്ട്, ഒരു റെവല്യൂഷൻ മാറ്റമാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടത്. അതായത് സിലബസ് മാത്രം മാറിയാൽ പോരാ, ടീച്ചേഴ്സ് മാറേണ്ടി വരും, അവിടെ പഠിപ്പിക്കുന്നവർ മാറേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ അടുത്തൊരു ന്യൂസ് വായിച്ചിരുന്നു. അതായത് യു പിയിൽ അതായത് അവിടെ ഏകദേശം 1,00,000 ടീച്ചേഴ്സ് LP ആണോ UP ആണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. LP UP സ്കൂളുകളിൽ ഏകദേശം 40,000 ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു ഡെപ്തിൽ നോക്കുമ്പം 40,000 ടീച്ചേഴ്സിനെ ഒരു മാസം നമ്മൾ ആ ഒരു ഗവൺമെൻറ് സർക്കാർ എന്ത് ചെയ്യുന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം ഒരു 40 കോടി അടുത്ത്, അല്ലെങ്കിൽ 4 കോടിക്കടുത്ത്, അല്ലെങ്കിൽ ആ റേഞ്ചിൽ 1 കോടി എങ്ങനെയാലും പോകും. ആ കോടി എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അവർ നേരെ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക്, ഒരു റോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക്, വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ അവർക്ക് എന്ത് ചെയ്യാം, 4 ആളുകളുടെ മുന്നിൽ അവർക്കൊരു എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരൊരു പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടോ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ മുന്നിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ള. യെസ്, ഇതാവുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഒരു കുട്ടികളെ പഠിപ്പിച്ച് 10 വർഷം പഠിപ്പിച്ച് ഇറക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ വേറെ സർക്കാർ അല്ലെങ്കിൽ വേറെ ടീം വരും. സോ ആ ടൈമിലേക്ക് എന്ത് ചെയ്യുന്നു, അതിലേറെ ബെറ്റർ എന്തായിരിക്കും, ആ എമൗണ്ട് വേറൊരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടായിട്ട് എന്ത് ചെയ്യും, മാറും. അതെന്താണ്, അതൊക്കെ ഓരോ ഘടകങ്ങളാണ്. നമ്മൾ പറയുന്നുണ്ട് എന്ത്, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് പേപ്പറിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാർട്ട് പേപ്പറിൽ ഇനി അതെന്ത് ചെയ്യണം, ഇൻട്രാക്റ്റീവ് എന്ത് ചെയ്യണം, പാർട്ടിലേക്ക് മാറണം, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ബോർഡിലേക്ക് മാറണം. അതേപോലെ ഓഗ്മെന്റ് റിയാലിറ്റി പോലെയുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഡെവലപ്പ് ആവണം. ആ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു സിലബസ് മാറുക എന്ന് മാത്രമല്ല, അവിടെ ഒരു വലിയൊരു റെവല്യൂഷൻ, എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ നടന്നാൽ മാത്രമേ ഇനി നമ്മൾ ഈ ഒരു സിലബസ് മാറ്റുക എന്നുള്ള ടേം നമ്മൾ മാറ്റിയിട്ട് ഒരു
എഡ്യൂക്കേഷൻ റെവല്യൂഷൻ എന്ന് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ. അതെ, ലുത്തു സാർ പറഞ്ഞതുപോലെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം മാറിയ പോരാ, അവിടെ സിലബസ് മാറുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് എക്സ്പേർട്ട് കൂടി ആവണം. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ കണ്ടിന്യൂസ്ലി ഇത്രയും വർഷം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും 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 പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവർ ഒട്ടും അപ്ഡേറ്റഡ് ആവുന്നില്ല. നേരെ മറിച്ച് ഇവർ എന്താണോ പഠിപ്പിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിൽ അവരിവിടെ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പേർട്ട് ആണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ഓട്ടോമാറ്റിക്കലി എന്താണ് ലൈക്ക് കറന്റ് ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഞാനൊരു 10 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് 6 വർഷം മുമ്പുള്ള സാധനങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നതും ഈ ഒരു 5-6 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സിലബസ് മാത്രം നിങ്ങൾ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് ആയ പോരാ, അവരെന്ത് ചെയ്യണം, അവരൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഒരേമാതിരി അല്ല. അപ്ഡേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്കിപ്പോൾ റീൽസിലും കാര്യങ്ങളിലും നല്ല രീതിയിൽ ടീച്ചിങ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള വേറൊരു സാധനം എന്ന് വെച്ചാൽ നമ്മളൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കോളേജിലോ ഒരു സ്കൂളിലോ നമ്മൾ പോയി ചോദിക്കുകയാണ്, കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ലേണിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്, അക്കാഡമിക് ലേണിംഗ് അല്ലെങ്കിൽ ബുക്കിഷ് ലേണിംഗ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലേണിംഗ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുട്ടികൾ പറയുന്നത് പ്രാക്ടിക്കൽ ലേണിങ്ങിനോടാണ് താല്പര്യം. കാരണം എന്താണ്, ബുക്കിഷ് വേ ഓഫ് ലേണിംഗിൽ നടക്കുന്നത് ഒരിക്കലും ഒരു ലേണിംഗ് അല്ല, അതൊരു അക്കാഡമിക് വൊമിറ്റിംഗ് ആണ്. നമ്മളൊരു എക്സാം റിലേറ്റഡ് ആയി പോകുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, 3+2 PG എന്നുള്ള രീതിയിൽ പഠിച്ച് +10 പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു, നമ്മൾ ക്ലാസ്സിൻ്റെ വൈബിനും കോളേജിൻ്റെ വൈബിനും അനുസരിച്ചൊക്കെ പോകുന്നു. ശേഷം നമ്മളൊരു എക്സാം റിലേറ്റഡ് ആയിട്ട് എല്ലാം കൂടി ഗ്രാസ്പ് ചെയ്തിട്ട് എല്ലാം കൂടി നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് എക്സാമിന് പോയിട്ട് ഒരു അക്കാഡമിക് വൊമിറ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. ഒരിക്കലും അക്കാഡമിക് ലേണിംഗ് അല്ല. മറിച്ച് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് സെൽഫ് ലേണിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, ലേണിംഗ് ആണ് നടക്കുന്നത്. അത് ഡെഫിനറ്റ്ലി അയാളുടെ കരിയർ ഗ്രോത്തിന് എന്താക്കും, ഹെൽപ്പ് ചെയ്യും. അത് റിയലൈസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ എന്താ പറയുക ഈ ലേണിങ്ങിൻ്റെ വിജയം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ അക്കാഡമിക് വൊമിറ്റിംഗ് ഒരിക്കലും ഒരു ഗ്രോത്തും ആർക്കും ഉണ്ടാക്കുന്നില്ല. കാരണം ജസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആ പഠിച്ചതിനെ പറ്റി ഒന്നും എന്തുണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. അയാൾക്ക് സംസാരിക്കാൻ അയാൾ ഒരു ക്വസ്റ്റ്യൻ, ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പോലും ചോദിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് തിങ്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം ആ വോമിറ്റിംഗ് ആണ്. ഒരു ലിമിറ്റഡ് ടൈമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നു, ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മളിത് കംപ്ലീറ്റ്ലി ഔട്ട് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട്. അക്കാഡമിക് മെയിൻലി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടൊരു ഗോളില്ല. നമ്മളൊരു വിഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് അത് പഠിക്കുന്നത്. ഇപ്പോൾ ഈവൻ 10th കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 10th കഴിഞ്ഞ സ്റ്റുഡൻസിന് അറിയില്ല നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത്. അതെ, കാരണം വേറൊരാളോട് ചെന്ന് ചോദിക്കാം കൊമേഴ്സ് എടുക്കാം സയൻസ് എടുക്കാം, ആ 10 വർഷവും പഠിച്ചതിനുള്ള അതിലേറ്റവും ആപ്റ്റായിട്ട് ഓനക്ക് ഏതാണുള്ളതെന്ന് ഓൻ മനസ്സിലാക്കിയിട്ടാണ് ഓൻ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഇപ്പം പറയുന്ന കോഴ്സ് എല്ലാം ഓൻ നെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. അത് അതേപോലെ തന്നെയാണ് +2 കഴിയുമ്പോഴും അവൻ എന്താണ് താല്പര്യം, അവൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ഓൻ്റെ മുമ്പ് അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം എന്നുള്ളതാണ്. അതായത് 10 കൊല്ലം പഠിച്ചിട്ട് ആ ഒരു ഇതുമാടി ആ ഒരു ഡിസിഷൻ പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര, അതായത് അവർക്ക് 10 കൊല്ലം പഠിച്ചിട്ടും അവരെന്തിലാണ് എക്സ്പേർട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ അവരുടെ മെയിൻ സ്ട്രീം എന്നുള്ളത് കണ്ടെത്താൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം. അവരുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് ഈ ഒരു മേഖലയിലാണ് ഇത്രയും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആസ്പിറേഷൻസ് ഉള്ളത് എന്നുള്ളതൊന്നും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. മീൻസ് ഒരു കുട്ടിയുടെ 10 കൊല്ലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ജസ്റ്റ് എഴുതാനും വായിക്കാനും നമ്മളൊരു 5ാം ക്ലാസ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്കിൽ, അവരുടെ ഉള്ളിലുള്ള കുറേ അറിവുകൾ, കാര്യങ്ങൾ എക്സ്പേർട്ട് ചെയ്യാൻ എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ ഒരു 15 years എബോവ് അവർ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. പക്ഷെ അത്രയും കാലം അവർ പഠിച്ചു, എന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ആർക്കും ഒരു ആൻസർ ഇല്ല. അവരൊരു എക്സാം, ഒരു എൻഡ് ഓഫ് ദി ഡേ അവർ എക്സാം എഴുതുന്നു, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ എയിം. അപ്പോൾ അതല്ലാതെ ഒരു ക്ലിയർ വിഷൻ അവിടെ വെച്ചിട്ട് ഇത്രയും വർഷം എന്തായാലും ഒരു ഡിഗ്രി പഠിക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടെ തന്നെ അവർ 10th കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ ചൂസ് ചെയ്ത് അതിൽ മാക്സിമം സ്കില്ല് അവർ അതിൻ്റെ കൂടെ തന്നെ സെൽഫ് ലേണിംഗിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ഡിഗ്രീൻ്റെ കൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യും, നല്ലൊരു സ്കില്ല് കിട്ടും. ആ ഡിഗ്രി കഴിഞ്ഞതും പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യും, ഒരു ജോബിന് കാര്യങ്ങൾക്കൊക്കെ പോകുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആരും ഈ ഒരു കാലത്ത് കാണുന്നില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ക്വാളിഫിക്കേഷൻ എന്താണ് നിർബന്ധമാണ്. ഒരിക്കലും ക്വാളിഫിക്കേഷൻ വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ഗേറ്റ് വേ ആണ് എപ്പോഴും ക്വാളിഫിക്കേഷൻ. നമുക്ക് എത്ര സ്കിൽ ഉണ്ടെങ്കിലും ചില പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ചില വേക്കൻസികളൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ട വരും. അപ്പം ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ പോയിന്റ് സെൽഫ് ലേണിംഗ്
ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അതാണ് പറഞ്ഞത്, നമ്മൾ ഇത്രയും കാലം പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ സെൽഫ് ലേണിംഗിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡൊമൈനിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരണം. ഒരു 3 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 4 വർഷത്തോളം ഡിഗ്രി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഡിഗ്രി മാത്രമാക്കാതെ അതിന്റെ കൂടെ തന്നെ നമ്മളൊരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാണ്. എന്നിട്ട് അറ്റ് എ ടൈം നമ്മൾ ഏണിംഗ് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പോൾ 4 വർഷമാണ് ആക്ച്വലി ഇപ്പോൾ ഒരു ഡിഗ്രി ഉള്ളത്, അല്ലെങ്കിൽ 3 ഇയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ 3 ഇയേഴ്സ് തന്നെ നമുക്ക് എടുക്കാം. അതിലൊരു വർഷം അവർ ഒരു സ്കില്ല് പഠിക്കാൻ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു സ്കില്ല് പഠിക്കാനും കൂടി അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പിന്നീട് 2 വർഷമാണ് ഡിഗ്രി കഴിയാനുള്ളത്. അപ്പോൾ ആ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് പ്ലസ് അവർക്ക് ഡിഗ്രി കൂടെ കിട്ടുകയാണ്. എന്നിട്ട് അവരൊരു ജോബിന് പോകുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാനും അവർക്ക് ഒരു ഹൈ ഇൻകം സാലറിയിലോട്ട് കയറാനും അവർക്ക് പറ്റും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കോഴ്സുകളൊക്കെ ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ആഡ് ഓൺ കോഴ്സായിട്ട് കൊടുക്കുമ്പോൾ, അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ കൊടുക്കും, എല്ലാ കോളേജുകളും വെൽക്കമിങ് ആണ്. ഒരു പുറത്തുനിന്നുള്ളൊരു ഔട്ട്സൈഡ് ടീമിനെ എത്രയോ നല്ല രീതിയിലാണ് അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം അവർക്കും അറിയാം എന്ത് ഈ ഒരു സിലബസിൽ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തില്ല, ആ ഒരു വർഷം അത്രയും വർഷങ്ങൾ നഷ്ടമാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് പ്രാക്ടിക്കലി അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയുള്ള കോളേജ് മാനേജ്മെന്റ് പോലും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്രയും വെൽക്കമിങ് ചെയ്യുന്നത്. സോ അവിടെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ, പക്ഷേ അതിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് തോന്നുന്ന ഒന്നും കൂടി ഇപ്പോൾ സഹൽ സർ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഫുള്ളായിട്ട് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്ന മോർ ദാൻ ബുക്കിഷ് എന്നുള്ളതിൽ നിന്ന് ജസ്റ്റ് ഒരു വർഷം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 4 വർഷം ആക്കിയിട്ടുണ്ട് എങ്കിലും ആ 4 വർഷത്തെ കൃത്യമായിട്ട് നല്ല കമ്പ്യൂട്ടർ ലാബുകൾ അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടും കുറച്ച് അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണെങ്കിൽ ജസ്റ്റ് അവിടെ മാർക്കാണെന്നുള്ളതാണ് ഇപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ആ കുട്ടിക്കൊരു മാറ്റം എന്നുള്ള സാധനം കൊണ്ടുവരുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഈ അപ്ഡേഷൻസ് റയാൻ സർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപ്ഡേഷൻസ് മലയാളത്തിൽ നമ്മൾ ചാറ്റ് GPT ഒരു ഇംഗ്ലീഷ് സാധനം മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും, കുറേ ഫാൾട്ടുകൾ ഉണ്ടാവും എന്ന് പറയും. ഇപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ലല്ലബി അതായത് താരാട്ട് പാട്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത് ലല്ലബി എന്നുള്ളത്. അത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ അടിക്കുകയാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് ലാലേട്ടൻ എന്നാണ്. വിച്ച് മീൻസ് ഗൂഗിൾ പോലും എത്രയോ കാലം മുമ്പുള്ള ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ പോലും ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതാരും അപ്ഡേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതേപോലെ ഒരു അറബിക് ട്രെയിനർ പറഞ്ഞതാണ് ഇങ്ങനൊരു വേർഡ് ഇതുവരെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ മാറിയിട്ടില്ല എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ചാറ്റ് GPT നോക്കി, ചാറ്റ് GPT ഓക്കെയാണ്, പക്ഷേ ഇതേപോലുള്ള അപ്ഡേഷൻസും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഈവൻ ദോ അവിടെ അപ്ഡേഷൻസ് നടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ ചാറ്റ് GPTയിൽ നമ്മളൊരു കാര്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അല്ല നടന്നതെങ്കിൽ എല്ലാവരും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്, ക്യാച്ച് ചെയ്യാണ്. എന്നിട്ട് അതാണ് ചാറ്റ് GPT ആണ് ശരി എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും മാറുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിലേക്ക് എത്തുമ്പോൾ തന്നെ പല കാര്യങ്ങളും അവർ ചോദിക്കുന്നതിന് മുമ്പ് ആൻസർ പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാറുണ്ട് അവർ പഠിച്ചിട്ടല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, ചാറ്റ് GPT യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റോങ് ആണെങ്കിലും അവർ വിചാരിക്കുകയാണ് അതാണ് ചാറ്റ് GPT തന്നതാണ് ശരി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് സമൂഹം മൊത്തത്തിൽ. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിശയിലേക്ക് അങ്ങോട്ട് എന്താണ് ചാറ്റ് GPT ആണ് വലിയവൻ എന്നുള്ള രീതിയിലേക്ക്. മാർക്കറ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന വെബ്സൈറ്റിൽ SEO എന്നുള്ള പാർട്ട് മാത്രം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള, അതിപ്പോൾ മാറി GEO ജനറേറ്റീവ് എഞ്ചിൻ, ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതി. അതായത് ചാറ്റ് GPTയിൽ പോലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ് വരുന്ന രീതിയിലോട്ട് എന്ത് ചെയ്താണ് ചേഞ്ച് ചെയ്ത്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും, ഈ ഒരു ബിസിനസിന്റെ ഇൻവോൾവ്മെന്റ് കൂടെ വരുമ്പോൾ ചാറ്റ് GPT ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിക്കാൻ ചാൻസ് ഉണ്ടാവും. കാരണം നമുക്കറിയാം SEO ചെയ്യുന്ന ഒരു ലോക്കൽ ഷോപ്പിന് വരെ എന്ത് ചെയ്യുക, ഫസ്റ്റ് റാങ്കിങ്ങിലോട്ട് എത്തിക്കുക, നല്ലൊരു SEO എക്സ്പേർട്ട് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേമാതിരി നമുക്ക് എന്തും മാനിപ്പുലേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ടീച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചർക്ക് ഒരിക്കലും അവിടെയുള്ള സ്റ്റുഡൻസിനെ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റൂല എന്നുള്ളൊരു വീഡിയോ. അതിനെക്കുറിച്ച് എന്തൊരു അഭിപ്രായം എന്താണ്? അതിപ്പോൾ വലിയൊരു ചർച്ചയായി മാറിയിട്ടുള്ള കാര്യമാണ്. അതായത് MBBS കോളേജിൽ ഡോക്ടേഴ്സ് ആണ് ഇവരെ ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അവർ അവിടെ കൃത്യമായിട്ട് വരുന്ന വൂണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഡയറക്റ്റ്ലി അല്ല, എന്നാലും അവർ കണ്ട് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. ബട്ട്
ബിസിനസ് ഓണേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എനിക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഓക്കെ അവർ പഠിച്ചിട്ടുണ്ട്, അതിനൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ പറയുന്നുണ്ടാവും നമുക്ക് എന്ത് ബിസിനസ് ഓണേഴ്സ് അല്ല വരെ പഠിപ്പിക്കുന്നത്, ബട്ട് എങ്ങനെ അത് ടീച്ച് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനം അങ്ങനെ പോവാന്നല്ല, അതിനെന്തെങ്കിലും ചിലപ്പോൾ ഒരു വഴിമുട്ടൽ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് വരുന്നില്ല, അങ്ങനെ അത് പോസിബിൾ ആണോ? ബിസിനസ് ഓണേഴ്സ് വന്നിട്ട് ക്ലാസ് എടുക്കുന്ന രീതി ബിസിനസ് ഓണേഴ്സ് അങ്ങനെ പഠിപ്പിക്കുന്ന പ്രാക്ടിക്കാലിറ്റി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇനി അങ്ങനെ ഒരു ഇതുവരെ ആരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? നമുക്ക് സ്കില്ലേജിൽ നിന്ന് നമ്മുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താ? ലൈക്ക് നമുക്ക് ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ഒരു കണക്ഷൻസ് ഉള്ളത് കൊണ്ടും നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഒരു ബി സ്കൂൾ ആയിട്ട് പോകുന്നുണ്ട്, ഓണ്ടർപ്രണേഴ്സ് വന്ന് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ അത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദാറ്റ് ക്യാൻ ബി ക്ലോസ്ഡ്. അതിൻ്റെ ഒരു ലോങ് ഗോയിങ് കൺസെപ്റ്റ് ആണ് ബിസിനസ്സിലെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്ക് അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പോവുക, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ളത്, ഈ ഒരു സ്ട്രാറ്റജിയാണ് ശരി എന്നുള്ളതോ, അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണശാലയല്ലേ ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത്? അപ്പം ആ പരീക്ഷണശാലയിൽ ഇതാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് പോസിബിൾ ആണ്. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം MA യൂസുഫലി, പുള്ളിക്കാരന് പെട്ടെന്ന് 1-2 വർഷം കൊണ്ടൊന്നും എത്തിയതല്ല ഇങ്ങോട്ട്. അല്ലെങ്കിൽ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ 1-2 അല്ലെങ്കിൽ 2-3 മാസം കൊണ്ടോ 2-3 വർഷം കൊണ്ടോ എത്തിയതല്ല. ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, ഞാൻ ഒന്നും പ്രൊഫഷണലി ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്കൊരു ഗൈഡൻസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ഉള്ള നോളജ് വെച്ചിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നു, അതിന് എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചു, വീണ്ടും ചെയ്തു, വീണ്ടും അതിന് ഫെയിലായി, വീണ്ടും എക്സ്പീരിയൻസ് പഠിച്ചു. ഞാൻ അങ്ങനെ ടോട്ടൽ ഒരു 6 years കൊണ്ടാണ് ഞാൻ ഒരു ബിസിനസ് സ്റ്റേജിലോട്ട് എത്തിയത്. പക്ഷേ ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഫാൾട്ടുകൾ വരുന്നു ഓൾറെഡി അറിയുന്ന ആൾക്കാർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞാൻ 6 years കൊണ്ട് എത്തിച്ച ബിസിനസ് അവരുടെ ഗൈഡൻസോട് കൂടിയിട്ട് എനിക്കൊരു 3 years കൊണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പേർട്ടുകൾ പഠിപ്പിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് അത് തന്നെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ കാണാതെ പഠിച്ചൊരു ടീച്ചറാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് കാണാതെ മറ്റൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാനേ കഴിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു എക്സ്പേർട്ടായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇനിയിപ്പോൾ കറന്റ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഏത് രീതിക്ക് പോകണം, ഏത് പാത്തിൽ കൊടുക്കണം പോകണം എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ അക്കാദമിയിലെ വലിയൊരു നമ്മളെ സ്കില്ലേജ് അക്കാദമിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണെന്ത് എക്സ്പെർട്ട് ടോക്ക് എന്നല്ല, അത് മാത്രമല്ല, അതായത് ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഓരോ മെന്റേഴ്സും ഓരോ മേഖലയിലും, ഇപ്പം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, അൻഷി സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റയാൻ സാർ ആയിക്കോട്ടെ, റയാൻ സാർ ഏകദേശം 30ഓളം സ്റ്റാഫുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു HR മാനേജറാണ്. ഏകദേശം 10-14 സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ത് സഹൽ സാർ. ഇവിടുത്തെ സോഷ്യൽ മീഡിയ 8ഓളം ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ആര്, അൻഷിത് സാർ. ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ ഫാക്കൽറ്റി പ്ലസ് എക്സ്പെർട്ട്, ഇവിടുത്തെ അക്കൗണ്ട്സും കൂടി ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം നമ്മളാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നു, ഞാൻ പഠിച്ചതിൽ നിന്നും ഞാൻ വർക്ക് ചെയ്ത കാര്യങ്ങളാണ് കൂടുതലും ഞാൻ സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റാറുള്ളത്, എവിടെയാണ് ഞാൻ എങ്ങനെയാണ് തിരുത്താറുള്ളത്, എവിടെ നിന്നാണ് എങ്ങനെ തെറ്റ് പറ്റാതെ സംഭവിക്കാൻ എനിക്ക് മൂവ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് സ്കില്ലേജിൻ്റെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ നമ്മൾ ഇതേപോലെ സംസാരിക്കുന്ന ഇടയിലാണ് ആ ഒരു ഫീച്ചർ നമുക്ക് വരുന്നത്. കാരണം നമ്മളെല്ലാവരും, അതായത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫുകളും, ഇപ്പോൾ ബിസിനസ് സാർ ആയിക്കോട്ടെ ഒരു ലൈഫ് കോച്ചാണ്, ആ ലൈഫ് കോച്ചിൻ്റെ എല്ലാ മെൻറ്ററിങ്ങും അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്ത സജീർ സാർ ആയിക്കോട്ടെ, സജീർ സാർ നിസാം സാർ ആയിക്കോട്ടെ, നിസാം സാർ അത്രയും എക്സ്പേർട്ട് ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ടീം ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അക്കാഡമിക് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പ്ലസ് വിൻറ്റേജ് പ്രൊഡക്ഷൻസിന്റെ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പേർട്ട് നോളജ് എങ്ങനെ, നോളജ് എന്നല്ല എക്സ്പീരിയൻസ്, ഐ തിങ്ക് എനിക്ക് എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യാൻ തോന്നുന്നത്. അതായത് നോളജ് അല്ല എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഐ തിങ്ക് ഇൻഡസ്ട്രിയിൽ എന്താണോ നടക്കുന്നത് അവിടെ ഫോൾട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. ഇതിന്ന് റിയലൈസ് ആവുന്ന എന്താന്ന് വെച്ചാല് ആ തെറ്റ് പറ്റുന്ന സമയത്ത് നമ്മളത് കൂടുതൽ ലേൺ ചെയ്യും. ഒരു കുട്ടി ചോദിക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മേ ബി ആ ക്ലാസ്സിന് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ അതിന് പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ആ തെറ്റ് അവിടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഷുവറായിട്ടും പിന്നെ ഒരു കുട്ടിയെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ തെറ്റ് വരാതെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന ബേസ് എന്നുള്ളത്. എന്താണോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് പഠിക്കുക. സംസാരിക്കാനാണ് ആഗ്രഹമെങ്കിൽ സംസാരിച്ച് തുടങ്ങുക.
അതിപ്പോൾ വേറെ രീതിയിലാണെങ്കിൽ ഇനിയിപ്പം HR ഫീൽഡിലേക്കാണെങ്കിൽ അക്കൗണ്ട്സിലേക്കാണെങ്കിൽ അത് ചെയ്ത് തുടങ്ങുക. നമ്മളിപ്പം ഞാൻ ഇപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു വിഷയമായിരുന്നു അക്കൗണ്ട്സ്. കാരണം വെച്ചാൽ തിയറി ബേസിൽ നല്ല എഴുതും, തിയറി ബേസിൽ എഴുതി പോവും, പക്ഷേ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേജാറാണ്, ചെയ്ത് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹെപ്റ്റിക് ടാസ്ക്കാണ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അക്കൗണ്ട്സ് പഠിക്കുന്നവർക്ക്. പക്ഷേ അത് ഈ ഒരു സമയത്ത് അത് ചെയ്ത് ആ തെറ്റുകൾ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഒന്ന് ശരിയാക്കി അത് ശരിയാകുമ്പോൾ കിട്ടുന്നൊരു ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ തെറ്റ് മനസ്സിലാക്കി അത് പറ്റാതെ വരുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ അത് തരുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ. അപ്പോൾ ആ തെറ്റിൽ നിന്ന് പഠിക്കുമ്പോൾ പിന്നെ ആ തെറ്റ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് റെഡിയാക്കുക എന്നുള്ളതിലുപരി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട്സും ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസും ബാങ്കിന്റെ അക്കൗണ്ട്സും റെഡി ആവുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അവിടെയാണ് ശരിക്കും ആ ഫീലിംഗ് വരേണ്ടത്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാക്കി ബാലൻസ് ഷീറ്റ് റെഡിയാക്കുന്നതിലേറെ ഉപരി സ്റ്റുഡൻസിന് ചെറിയ പൈസന്റെ അതന്നെ നമുക്ക് തന്നെ ഇവിടെ അറിയാം. ഇവിടെ ഓരോ ദിവസം ഈവനിങ് നിങ്ങൾ ഇരുന്ന് ചെയ്യുന്നത് ആ ഒരു ടെൻഷനും അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ തന്നെ 4500 കാണാനില്ല, അതെവിടെ പോയി? ഇത് നോക്കുന്നു, അതിന്റെ ചെക്ക് കാര്യങ്ങൾ മൊത്തം നോക്കുന്നു, ബാങ്ക് നോക്കുന്നു, സ്റ്റേറ്റ്മെന്റ് നോക്കുന്നു, എന്നിട്ട് നോക്കുന്നു, എന്നിട്ട് നെക്സ്റ്റ് പാർട്ട് CCTV ഇത് ഇത്ര വന്നിട്ടുണ്ടോ എണ്ണി നോക്കുന്നു, സൂം ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഓക്കെ ആവുമ്പോ അത് 0-0 രണ്ട് ഇതിൽ ഓക്കെ ആവുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങളെ ഫേസിൽ അത്രയും അത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാനൊരു പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നത്, CMA എന്ന് പറയുന്ന ഒരു കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കോഴ്സാണ് എടുത്തതെങ്കിൽ പോലും ഞാൻ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഈവൻ ദോ നമുക്ക് ഞാൻ എഴുതിയ പേപ്പറിൽ ഏകദേശം 4 എക്സംഷൻ, അതായത് എക്സംഷൻ 60 മാർക്കിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിട്ട് പോലും ട്രെയിനിങ് മേഖലയിലേക്ക് ഇറങ്ങിയപ്പം ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്താണ്, എങ്ങനെയാണ്, ഈവൻ ദോ ബുക്കിഷ് നോളേജാണ് നമ്മൾ പഠിച്ചെങ്കിലും ഞാനായിരുന്നു നമ്മളെ ഈ ഓൺലൈൻ ബാച്ച് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ ഓൺലൈൻ ബാച്ച് ആയിട്ട് കഴിഞ്ഞ് ഞാൻ പോകുന്നത് പിന്നെ ട്രെയിനിങ് മേഖലയിലേക്കാണ്. ട്രെയിനിങ് മേഖലയിലേക്ക് വന്നപ്പോഴാണ് ഇതല്ല പഠിക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ആദ്യം എക്സലിൽ എക്സ്പേർട്ട് ആവണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടാലിയിൽ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ ടാക്സേഷൻ്റെയും അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെയൊക്കെ അഡ്വാൻസ് ലെവലിൽ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് മേഖലയിലൊക്കെ അഡ്വാൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നു ജസ്റ്റ് +2 എത്തുമ്പോഴത്തേനും +2 കോമേഴ്സ് പഠിക്കുന്നത് നോർമൽ ലെഡ്ജർ ബാലൻസ് ഷീറ്റൊക്കെ ചെയ്യുന്നതിലുപരി ഒരു ടാലി കയ്യിലേക്ക് ഒരു സ്റ്റുഡൻസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, ഒരു എക്സൽ പഠിപ്പിക്കുന്നു ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ സിലബസ് വരുന്നത് എങ്കിൽ അതിൻ്റെ രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സ് ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ +2 കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജോലിക്ക് അവർ ആപ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണോ നാളെ ഇൻഡസ്ട്രിക്ക് വേണ്ടത് അത് അവിടെ ആപ്റ്റബിൾ ആയിട്ട് കുട്ടികൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. അതിപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മിസ്സിങ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഘടകം. ആ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോലും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളിപ്പോൾ എക്സലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എക്സൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഗൂഗിൾ ഷീറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം നോളജ് ഉണ്ട്, എക്സലിനെ പറ്റിയിട്ട് അത്യാവശ്യം നോളജ് ഉണ്ട്. ഓൾറെഡി എനിക്കുണ്ടായിരുന്ന സെയിൽസ് ടീമിനെ ഞാൻ ഈ ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യുന്നത്, ലൈക്ക് ഈ ഒരു ഡാറ്റാസ് കംപ്ലീറ്റ്ലി ഞാൻ ഗൂഗിൾ ഷീറ്റിൽ ചെയ്യുന്നു, കംപ്ലീറ്റ്ലി അവരെ മോണിറ്റർ ചെയ്യുന്നു. പക്ഷെ അത് മാത്രമല്ലാതെ ഒരു ഷീറ്റിൽ നിന്ന് ലൈക്ക് ഒരു ഷീറ്റിലുള്ള ഡാറ്റാസ് മറ്റേ ഷീറ്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതും ഇതിൽ തന്നെ സം ചെയ്യുക എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ എക്സലിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എക്സൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേർഡ് മാത്രം പഠിച്ചു, നമ്മളിപ്പോൾ ലൈക്ക് ഒരു 10th 9th 8th പല ലൈക്ക് സിലബസുകളിലും എന്തുണ്ട്, ഈ ഒരു എക്സൽ വേർഡിനൊക്കെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇത്ര വലിയൊരു സംഭവമായിട്ട് കാണുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈവൻ ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത് എക്സലിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഉണ്ട് ഈ ഒരു കാലത്ത്? അത് മാത്രം പഠിച്ചൊരു കുട്ടിക്ക് ഒരു ലൈക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ജോബ് കിട്ടുമോ? എക്സൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിക്കോട്ടെ, ഒരു അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും HR ലെവലിൽ വർക്ക് ചെയ്തോട്ടെ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും എക്സൽ എന്ന് പറയുന്ന ആ ടൂളിൻ്റെ വാല്യൂ മനസ്സിലാക്കി അതിൻ്റെ ഒറിജിനൽ യൂസ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏത് മേഖലയിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വിച്ച് മീൻസ് എക്സൽ എന്ന് പറയുന്നത് അതിൻ്റെ യൂസേജ് ഡാറ്റ എൻട്രി ചെയ്യാം, അനലൈസ് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റകളെ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സെയിൽസ് മാർക്കറ്റ് സെയിൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എത്ര സെയിൽ നടന്നു, ഒരു സെയിലിന് എത്ര ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എത്ര ലീഡ്സിൽ നിന്നാണ് ഒരു സെയിൽസിനെ
കൺവേർട്ട് ചെയ്യുന്നത്, കൺവേർഷൻ റേറ്റ് കാര്യങ്ങൾ, എത്രത്തോളമാണ് അവരുടെ എഫിഷ്യൻസി, അവരെ ഇനി കൂടുതൽ കാലം നിർത്താൻ പറ്റുമോ അവർക്ക്. ഇപ്പോൾ ഇനിയൊരു ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ, ബഡ്ജറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ, ഫോർകാസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ, ഇതുപോലുള്ള ഡാറ്റകളെ വെച്ച് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് എന്ത് എക്സൽ എന്ന് പറയുന്നത്. എക്സലിൽ നമ്മൾ എത്രത്തോളം എക്സ്പേർട്ട് ആവുന്നോ അത്രത്തോളം നമ്മളെ വാല്യൂ കൂടും എന്നുള്ളത് തന്നെയാണ് എന്ത് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന നോർമൽ വർക്കിൽ നിന്ന് നമ്മൾ ഒന്നും കൂടിയും ഒരു അഡ്വാൻസ് ലെവലിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്ത് അതിലൊരു എക്സ്പേർട്ട് ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ഇക്വേഷൻസും അനലൈസിങ്ങും വിഷ്വലൈസിങ്ങും അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഡാറ്റ വിഷ്വലൈസേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ നോർമൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും, ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോലി ചെയ്യുകയാണെങ്കിലും, HR ലെവലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലെവലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എഫിഷ്യൻസി എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി പുഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് എക്സലിൻ്റെ ടൂൾ. കാരണം എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മേഖലയ്ക്ക് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമല്ല. എക്സലിൽ അത് ഏത് മേഖലയ്ക്ക്, ഇനി ഈവൻ ദോ ഐ തിങ്ക് ഡോക്ടേഴ്സിന് പോലും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള പേഷ്യൻസ്, ആ പേഷ്യൻസിൽ നിന്ന് എത്ര ഈ ഒരു സ്പെസിഫിക് എന്ത് ചെയ്യുന്നു രോഗം വരുന്നവർ അല്ലെങ്കിൽ സിംറ്റംസ് വരുന്നവർ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് എക്സലിൻ്റെ വലിയൊരു പ്രത്യേകത. അത് വേറൊരു ടൂളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, എക്സൽ ഞാൻ സ്റ്റുഡൻസിനൊക്കെ പറയാറുണ്ട്, എക്സലിൽ നിങ്ങൾ എത്രത്തോളം എക്സ്പെർട്ട് ആവണം, എങ്ങനെ എക്സ്പെർട്ട് ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറയാറുള്ളത്, നമുക്ക് കിട്ടുന്ന ടാസ്കുകളൊക്കെ കഴിയുന്നത് മാക്സിമം എന്ത് ചെയ്യുക, എക്സലിൽ ചെയ്യാൻ നോക്കുക. നമുക്ക് ചെയ്യുന്ന നോർമൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സലിൽ ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എത്രത്തോളം മടിയനാവുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, എക്സലിൽ എക്സലൻസ് ആവും എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്രത്തോളം മടിയനാവുന്നു അത്രത്തോളം നമ്മൾ ഷോർട്ട് കട്ട് കീസ് പഠിക്കും, അത്രത്തോളം ഇക്വേഷൻസ് പഠിക്കാൻ നോക്കും, അത്രത്തോളം ഇതിൻ്റെ മാക്സിമം ടൂളുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ടൂളുകൾ യൂസ് ചെയ്യാൻ നോക്കും എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം നമ്മൾ മടിയനാവുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, എക്സലിൽ അടിപൊളിയാവും എന്നുള്ളതാണ്. അതായത് ഒന്നും കൂടി പെട്ടെന്ന് ഒരു വലിയൊരു ഡാറ്റ, ഒരു 12 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഒരു ഡാറ്റ നമുക്ക് കിട്ടി. ആ ഡാറ്റനെ വെറും ഞൊടിയിടിയിൽ 2-3 ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഡാറ്റനെ കൃത്യമായിട്ട് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എക്സലിൻ്റെ വലിയൊരു പ്രത്യേകത. അതിൻ്റെ കൂടെ നമ്മൾ പവർ BI പോലുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് എന്തുണ്ടാവും, ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ നമുക്കൊരു ഷൈൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിൽ പറയുമ്പോഴേ എക്സൽ എന്ന് പറയുന്നത് കുറെ ഇക്വേഷൻസ് ഉണ്ട്. സം ഇഫ് അതല്ല എക്സൽ എന്ന് പറയുന്നിടത്താണ് ചിലപ്പോൾ എക്സൽ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ സം ഇഫ് വി ലുക്കപ്പ് എച്ച് ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കും. പക്ഷെ ആ ഇക്വേഷൻ പഠിച്ചതല്ല അതിന്റെ യൂസേജ് എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ അത് പഠിച്ചു. അത് കൃത്യമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ, ഇപ്പോൾ സമ്മിഫ് എന്നുള്ള ഇക്വേഷൻ, സമ്മിഫ് ഇതിൽ ഇക്വേഷനിൽ നമ്മൾ പറയും സ്റ്റുഡൻസ് പഠിപ്പിക്കുന്ന ഒരു രീതി ചിലപ്പോൾ എന്ത് ചെയ്യും, ഈക്വൽ ടു സമ്മിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് ഇടുക, ക്രൈറ്റീരിയ, സം റേഞ്ച്, ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ അത് ആ നമ്മൾ ചെയ്യുന്ന 2-3 വർക്കിന്റെ ആ ഒരു പ്രാക്ടിക്കൽ വർക്കിന്റെ എന്ത് മാത്രമേ കിട്ടുള്ളൂ, എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. അതിന് പുറമെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, സമ്മിഫ് എന്നുള്ള ഇക്വേഷൻ എന്താണ്, ഒരു സ്പെസിഫിക് ഡാറ്റന്റെ നമ്പേഴ്സിന്റെ ടോട്ടൽ കാണാനാണ്. അതായത് ഒരു സൈഡിൽ എന്തുണ്ട്, നമ്മളൊരു ഡാറ്റയുണ്ട്, സ്പെസിഫിക് ഡാറ്റൻ്റെ, ആ ഡാറ്റൻ്റെ ടോട്ടൽ സം കാണാൻ അത് ഈക്വൽ ടു സമ്മിഫ് എന്ന് കൊടുക്കുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഡാറ്റ മൾട്ടിപ്പിൾ ടൈംസിൽ വരുന്നുണ്ടാവും, ആ മൾട്ടിപ്പിൾ ടൈംസ് വരുന്ന റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ റേഞ്ച്. ക്രൈറ്റീരിയ ചോദിക്കുമ്പോൾ ക്രൈറ്റീരിയ എന്താണ്, ആ റേഞ്ചിൽ നിന്ന് എന്താണ് നമുക്ക് കാണേണ്ടത്, ഒരു സ്പെസിഫിക് ഡാറ്റ ആയിരിക്കും, ആ സ്പെസിഫിക് ഡാറ്റ കൊടുക്കുക. അടുത്തത് ടോട്ടൽ കാണാനുള്ള റേഞ്ച്, ആ ടോട്ടൽ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ സമ്മിഫ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇഫ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ ജസ്റ്റ് ഒരു സ്കില്ല് അല്ലെങ്കിൽ 30,000-ന് മുകളിലേക്ക് സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ അയാളെ സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന്, ആ സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 30,000-ന് മുകളിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 2,000 ബോണസ് കൊടുക്കണം. അങ്ങനെ പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ജസ്റ്റ് അതെന്ത് ചെയ്യുന്നു, ഇഫ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് എന്ത് ആദ്യം ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഓഫ് ട്രൂ, വാല്യൂ ഓഫ് ഫോൾസ് എന്ന് പറയുന്നതിൽ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ലോജിക്കൽ ടെസ്റ്റ്, ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ പൂർത്തീകരിച്ചാൽ ഇന്നത് വരണം, കണ്ടീഷൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇന്നത് വരണം എന്നുള്ള രീതിയിൽ ഒന്നും കൂടി പ്രാക്ടിക്കലി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ
പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആ പഠിക്കുന്ന എനിക്ക് തോന്നുന്നു കൂടുതൽ ഇക്വേഷൻസ് ഉണ്ട്. 10,000-ഓളം ഇക്വേഷൻസ് എക്സലിൽ അവൈലബിൾ ആണ്. ഇത് ഫുള്ള് പഠിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അതിൽ നമ്മളൊരു 5-6 ഇക്വേഷൻസ് പഠിച്ചാൽ മതി. പക്ഷേ ഈ പഠിക്കുന്ന ഇക്വേഷൻസ് മൾട്ടിപ്പിൾ രീതിയിൽ ഉപയോഗിക്കാനും കൂടി നമുക്ക് അറിയണമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം മടിയനാകുമ്പോഴും അത്രത്തോളം എളുപ്പം നമ്മൾ എന്ത് ചെയ്യും എക്സൽ പഠിക്കുന്നു പറഞ്ഞു. എക്സൽ ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടും മറ്റു പല റിസോഴ്സിലും ഞാൻ റിസർച്ച് ചെയ്തിട്ടും കുറേ എക്സലിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് കൊടുക്കുന്നുള്ളത് ഇങ്ങനെ കൗണ്ട് ചെയ്യുക, 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ലുത്തു സാർ വരുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ഡ്രാഗ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കൗണ്ട് ചെയ്യാൻ വേണ്ടി എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ 1 by 1 ആയിട്ട് ഇത് ചെയ്യാം. ഞാൻ ഫിൽറ്റർ ചെയ്താലും സൈഡിലുള്ള നമ്പേഴ്സ് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്, എനിക്ക് ഒരു കൗണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ എണ്ണുന്ന സമയത്ത് ലുത്തു സാർ വരുന്നു, കംപ്ലീറ്റ്ലി ഡ്രാഗ് ചെയ്യുന്നു. അടിയിൽ നോക്കുമ്പോൾ കൗണ്ട് 48, കൗണ്ട് 51. എനിക്ക് അറിയുന്നില്ല അത്. ഞാൻ അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക 1 by 1 ആണ്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ റിസർച്ച് ചെയ്തു, കുറേ യൂട്യൂബിൽ കുറേ പ്ലേലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സംഭവമാണ്, കുറേ എക്സൽ പഠിച്ചു എന്ന് വെച്ചിട്ട് നിൽക്കുക. പക്ഷേ ലുത്തു സാർ വരുന്നു, സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്യുന്നത് കണ്ടോ, അത് അവിടെ ഉണ്ട് കൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഈ എക്സലിൽ എത്രത്തോളം കാര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ലൈക്ക് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണം. അതിന് ഞാൻ പറയുന്നത് നമ്മൾ കിട്ടുന്ന കഴിയുന്ന വർക്കുകളും നമ്മളൊരു നല്ല മെൻറ്ററെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് പഠിക്കണം എന്നുള്ള. നമുക്ക് യൂട്യൂബിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നാൾ നമ്മൾ ചെയ്യുന്ന പോലെ ഇതേപോലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഡബിൾ ഇൻവെർട്ടർ കോമ ഇടണം. ഡബിൾ ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് കൗണ്ട് ഇഫ് തന്നെ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുന്നു, അതിലൊരു സ്പെസിഫിക് ഡാറ്റ കൊടുക്കണം. സ്പെസിഫിക് ഡാറ്റ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡബിൾ ഇൻവെർട്ടർ കോമ കൊടുക്കണം. അപ്പോൾ നമ്മൾ മൗസിൽ കീബോർഡ് യൂസ് ചെയ്യാൻ അറിയാം, കുട്ടിക്ക് അറിയാം, പക്ഷേ അവിടെ ഡബിൾ ഇൻവെർട്ടർ കോമ ഉണ്ട്. അപ്പോൾ കുട്ടി ക്ലിക്ക് ചെയ്യുന്നത് ഡബിൾ ഇൻവെർട്ടർ കോമൻ്റെ കീ ആണ്. പക്ഷെ അതിൽ സിംഗിൾ ഇൻവെർട്ടർ കോമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ 1 വന്നു, രണ്ടാമത് എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്ത് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്ത് ഡബിൾ ഇൻവെർട്ടർ കോമ ആക്കിയിട്ട് എന്ത് ചെയ്തു ഇട്ടിട്ട് എങ്ങനെയായാലും കുട്ടിക്ക് എന്ത് വരുന്നില്ല, ആൻസർ വരുന്നില്ല. ഇവിടെ ഒരു ഫിസിക്കൽ മെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ, ഇങ്ങനത്തെ എറേഴ്സ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, ഒരു ഫിസിക്കലി നിങ്ങൾ പോയി എക്സൽ പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വിച്ച് മീൻസ് മനസ്സിലാവില്ല എന്നുള്ളത്, കാരണം ഡബിൾ ഇൻവെർട്ടർ കോമ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലും ChatGPT ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എക്സലിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കോളം റോ വൈസ് സെല്ലിൻ്റെ നമ്പർ അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന ഏരിയയിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ഒരു സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ ChatGPT കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പെർട്ട് ആയാൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ പോലും അത് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഓൺലൈനിലാണ് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രിക്കൊന്നും ഡയറക്റ്റ് പോകാൻ ആർക്കും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല. ലൈക്ക് ഓൺലൈനിൽ എടുത്തിട്ട് അവർ ഡിഗ്രി എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് ടൈം കോഴ്സ് ആണെങ്കിൽ ഓൺലൈൻ എടുത്ത് പഠിക്കുന്നു. സോ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണ്, ലൈക്ക് ഇത് പഠിച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നമുക്കൊരു മെൻറ്റർ 1-to-1 ഇരുന്ന് പഠിപ്പിച്ച് തരുന്നതും, ഇപ്പോൾ നേരത്തെ ലുത്തു സാർ പറഞ്ഞതുപോലെ എക്സൽ പഠിക്കാൻ ഏറ്റവും ബെറ്റർ ഒരു 1-to-1 ആയിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ സെയിം സാധനം ഓൺലൈനിൽ എക്സ്പേർട്സ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ചെറിയ ഷോർട്ട് ടൈം കോഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്, ഓൺലൈനിൽ ഇരുന്ന് പഠിക്കുന്നതും ഓഫ്ലൈനിൽ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓഫ്ലൈൻ ആകുമ്പോൾ ഞാൻ പറയുന്നു, നല്ലൊരു എക്സ്പെർട്ട് മെൻറ്റർ ആണെങ്കിൽ നമ്മൾ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ആ എക്സ്പെർട്ടൈസ് നോളജ് കിട്ടും. നമ്മൾ ചെറിയ മിസ്റ്റേക്കുകൾ, ഇപ്പോൾ സാറിന് ഞാൻ കാണിച്ചതുപോലെ ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മറ്റേത് അവിടെ ഇരുന്ന് പറയുന്നു, നമ്മളത് ചെയ്യുന്നു, അതിന് കൂടുതൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ. ഓൺലൈൻ എന്നുള്ള സാധനം അത്ര വലിയ നമുക്ക് നെഗല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഫീസിബിളാണ്, നമ്മൾ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആവാനും ഇതൊക്കെ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും വൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഫ്ലൈൻ സെഷൻ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്നതിൽ അതിൽ ഒരു എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ്. ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കാൻ കഴിയാത്ത ഒരാൾ വെറുതെ പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വരെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കംപ്ലീറ്റ് ആകാത്ത കുറേ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് ഇരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് റൈറ്റ് പോസിബിൾ അല്ല. ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ എന്ന് പറയുന്ന അതേ സമയത്ത് ഡിപ്പെൻസ് ഓൺ ദ നീഡും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഓൺലൈൻ ആണെങ്കിലും ഇരുന്ന് പഠിക്കും.
ഇല്ലെങ്കിൽ നമ്മളത് ഓഫ്ലൈൻ ആണെങ്കിലും പോയി പഠിക്കൂല. നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിൽ നമ്മൾ പോയിട്ടുണ്ട്. അഞ്ചാണ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോയിട്ട് ഡിഗ്രി ചെയ്ത ആളാ, ഞാൻ ഫറൂഖ് കോളേജ് ഡിഗ്രി ചെയ്ത ആളാ. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സസ് എത്ര അറ്റൻഡൻസ് ഉണ്ട് നമുക്ക്, ആ ഒരു സംഭവം കൂടി ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് നീഡ് ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ ആ സമയത്ത് എക്സാം വരുന്നു, നമുക്ക് നീഡ് വന്ന് നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് യൂട്യൂബ് റെഫർ ചെയ്ത് നമുക്കൊക്കെ ഒരു ക്രിസ്റ്റോക്സ് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ. ഇരുന്ന് കാണും, വേറെ ഒരു പണിയില്ല. അന്ന് രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് കാണും. റിസൾട്ട് വരുമ്പോൾ നമ്മളാലോചിക്കും മാർക്ക് എന്താ കുറവ്, കാരണം അത്രയും കാലം നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ആ രാത്രി ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് പഠിക്കും. അപ്പോൾ ആ നീഡ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ആ നീഡ് വരുന്ന സമയത്ത് അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ അതിൻ്റെതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ആ സമയത്ത് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് പോകും. നീഡ് അവിടെ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ആ നീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ലേണിംഗിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. സെൽഫ് ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു നീഡ് വേണം. വൺസ് ഇപ്പോൾ മേ ബി ഒരു അക്കാഡമിക് ലെവലിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആവണം എന്നില്ല പലരിലും. പക്ഷേ ഒരു ലൈക്ക് ഒരു ജോബിലോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് സാലറി ഏൺ ചെയ്യുന്ന ഒരാളായിരിക്കും. കാരണം എന്താ, അവൻ നന്നായിട്ട് സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ അവൻ മേ ബി അവന് ഒരു +2 നോക്കുകയാണെങ്കിലും ഡിഗ്രീസിൽ നോക്കുകയാണെങ്കിലും ചിലപ്പോൾ സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ ഒരു സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ബിടെക് എടുക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ആവാതെ അവൻ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി? അവിടെ ഇമ്പോർട്ടൻസ് എന്താണ്? അവർക്ക് അവിടെ നീഡ് ഉണ്ട്. ജോബായിരുന്നു അവൻ്റെ നീഡ്, ഒരു ഹൈ ഇൻകം സ്കില്ല് ഏൺ ചെയ്യാന്നുള്ളതായിരുന്നു അവൻ്റെ നീഡ്. ഇതേ കുട്ടികള് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ, നമ്മളൊരു കോർപ്പറേറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ല ഇന്റേൺഷിപ്സ് ത്രൂ നമുക്ക് ചിലപ്പോൾ ഇൻകം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകാൻ റെഡി ആവില്ല. പഠിക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ അങ്ങനെ ഒരാളിനി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റേൺഷിപ്പ് അത് പൈസയൊന്നും കിട്ടൂലല്ലോ. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു കോർപ്പറേറ്റിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു തോട്ട് വരും, നമ്മളെ കൂടെയുള്ളവർക്കൊക്കെ ഇതൊക്കെ അറിയാം, നമുക്കിതൊന്നും അറിയില്ല, ഇനി ഇത് പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല. ആ ഒരു സമയത്ത് നമുക്ക് വലിയൊരു മോട്ടിവേഷൻ വരാണ്ട് ഇത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ കുത്തിയിരുന്നത് പഠിക്കും. ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് പോവും. ആ സിറ്റുവേഷൻ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയം വരാതെ ഒരു ഇന്റേൺഷിപ്സ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അത് ഏണിങ്സോ ഉണ്ടോന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരാളുടെ ശമ്പളം ഉണ്ടോ ഇല്ലേ ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സ്കിൽ ബേസ്ഡ് നമുക്കത് എന്തെങ്കിലും ഒരു സാധനം നമ്മളുടേതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ഐ തിങ്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗേറ്റ് വേ ആണ്. അതായത് ഞാനൊക്കെ അത് തന്നെയാണ്. അതായത് +2 കഴിഞ്ഞ് നമ്മൾ ഇന്റർ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് വെറും 6000 രൂപയായിരുന്നു. പക്ഷെ അന്ന് ഞാനത് വെറും 6000 രൂപയായിരുന്നു ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. ബട്ട് ഞാൻ പറയുന്നു അന്ന് ആ ഒരു ആർട്ടിക്കിൾഷിപ്പ് ആ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ ആ ഒരു 6000 രൂപയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടെറിഞ്ഞ് പോന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ കഴിയില്ലായിരുന്നു. അതായത് അന്ന് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. സോ അന്ന് ആ 6000 രൂപക്കാണ് വർക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും ഞാൻ പഠിച്ചത്. അന്ന് ഞാൻ എപ്പോഴെങ്കിലും ഇന്നത്തെ പഠിക്കണം. യെസ്. അതായത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ഇന്റേൺഷിപ്പ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വർക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു സ്റ്റാർട്ടിങ് ലെവലിലാണ്, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നതിന്റെ മുമ്പ് അവർ നോക്കുന്നത് എന്താ, പൈസ കിട്ടും. രണ്ട് തരത്തിലുണ്ട്. പലരും ഇത് ചൂഷണം ചെയ്യുന്ന അതുണ്ട്. ആ സാധനം തന്നെയായിരുന്നു ബാംഗ്ലൂരിൽ നിൽക്കുന്നത്. അതായത് നമ്മൾ ഏത് കമ്പനിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഓഡിറ്റേഴ്സാണ്, ഡയറക്ടേഴ്സ് വരെ നമ്മൾ സർ എന്നെ വിളിക്കുകയുള്ളൂ. നമുക്ക് പദവി കൂടുതലാണ്, എന്നാൽ ശമ്പളം നോക്കുമ്പോൾ പിച്ച ക്യാഷ് 4 പട്ടിപണിയാണ്. ഇന്റേൺഷിപ്പ് മാത്രം കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്, പണി കൊടുത്തു. സാലറിന്റെ ഒരു കേസ് പറഞ്ഞില്ലായിരുന്നു, ഏതോ ഒരു എക്സലിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് കുറെ ആൾക്കാരെ സാലറി പെൻഡിങ് ആയി ഇങ്ങനെ പെൻഡിങ് സാലറി അല്ല, അതായത് നമുക്കൊരു കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഉണ്ട്. അത് കമ്പനി ഞാൻ പറയുന്നില്ല. ആ ഒരു ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയറക്ടേഴ്സ് അതിൻ്റെ പേയ്മെൻറ്റ് അപ്രൂവൽ ആവുള്ളൂ. അതായത് സ്റ്റീൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനി, ആ സ്റ്റീൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ വേരിയേഷൻസ് വരും. പർച്ചേസ് ചെയ്ത് നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻസിൽ വരുമ്പം അതിൻ്റെ വെയിറ്റിൽ വേരിയേഷൻസ് വരും. അപ്പോൾ ആ വേരിയേഷൻസ് ഒരു 10% കൂടുതൽ, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു 10% കൂടുതൽ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യൂല, ആ സ്റ്റീൽസ് അവരെന്ത് ചെയ്യൂല, അഗ്രി ചെയ്യൂല, തിരിച്ച് അയക്കും.
അപ്പം ഇതുപോലെയുള്ള സമയത്ത് എക്സൽ എന്ന് ഞാൻ എക്സലിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് മനസ്സിലാക്കി തുടങ്ങി. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് മന്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഇക്വേഷൻ മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയി എന്തോ ടൈപ്പ് ചെയ്ത് പോയാലും മാറി. അപ്പോൾ ഞാൻ പോയി എന്ത് ചെയ്തു, എൻ്റെ വരുന്ന സമയത്ത് വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് അവർ സാധനം ഗുഡ്സ് വിടുന്ന സമയത്തും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്തും ഏകദേശം 25% എന്തോ ഡിഫറൻസ് വരുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ സൈൻ ചെയ്യാൻ പാടില്ലാതെ എനിക്കൊന്ന് ഏകദേശം 26 ലക്ഷത്തിൻ്റെ എന്തോ ഒരു എമൗണ്ടുള്ള വലിയൊരു എമൗണ്ടുള്ള ഒരു ബില്ലാണ്. ആ ബില്ല് അപ്രൂവൽ ചെയ്യണം, കാരണം അവർക്ക് പേയ്മെൻറ്റ് വേണം. അവർ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്, പേബിൾസിൽ അവർ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കിൽ 26 ലക്ഷത്തിൻ്റെ ബില്ലാണ്, എനിക്ക് എന്ത് ചെയ്യുന്നില്ല 25% വേരിയേഷൻസ് വരുന്നുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ബില്ല് ഒപ്പിട്ടില്ല. അങ്ങനെ പ്രശ്നമായി. ബാക്കിയുള്ളവരൊക്കെ വന്ന് നോക്കുന്നുണ്ട്, അവർക്കൊന്നും ഈവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കും എക്സലിൽ അത്ര വലിയ എക്സ്പേർട്ട് അല്ല. അവരൊക്കെ നോക്കുമ്പോൾ 25% വേരിയേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നമായി. ലാസ്റ്റ് ഇതെന്ത് ചെയ്തു, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എത്തി. ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, മാനേജിങ് ഡയറക്ടർ ഒരാൾ ഇരുന്നു, എനിക്ക് അവർ കാണിച്ചു തരാൻ പറഞ്ഞു. കാണിച്ചു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു മിസ്റ്റേക്ക്. വിച്ച് മീൻസ് അന്ന് അതായത് CMA ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്ത് 1 മന്ത് ആയിട്ടുള്ളൂ. ബാംഗ്ലൂർ പോലുള്ള നാട്ടിൽ ഭാഷകളൊന്നും അത്ര വലിയ ബേജാറാവൽ തുടങ്ങിയോ വന്നു. കാരണം മൂപ്പര് വന്ന് ചെക്ക് ചെയ്തു. അതുവരെ മൂപ്പര് വന്ന് ഇരിക്കുന്നത് വരെ ഞാൻ കോൺഫിഡൻ്റാണ്, കാരണം ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള കോൺഫിഡൻ്റ്. അവർ എക്സൽ എടുത്ത് നോക്കി എന്ന് പറഞ്ഞപ്പോഴാണ് പഠിച്ചവൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ടാവാം. അങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് എക്സലിൽ പണി വന്നത്. ബട്ട് അന്ന് മൂപ്പർ എന്നെ റെക്ടിഫൈ ചെയ്തു. ഒരു ഹാഷ് ടോക്കിൽ തന്നെയാണ് എന്ത് ചെയ്തത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലുള്ള വലിയൊരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മൂപ്പർ അന്ന് ഹാഷായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഞാൻ കരഞ്ഞു സംഭവത്തിൽ. കാരണം ഞാൻ ചെറിയ കുട്ടിയാണ്, ജസ്റ്റ് ഒരു 20 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അന്ന് ഉമ്മ വിട്ട് നിൽക്കുന്ന സമയവും, കാരണം ബാംഗ്ലൂർ പോലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എന്തായി ബേജാറായിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ചെല്ലുകയാണ്. കാരണം അങ്ങനെയൊക്കെ വലിയൊരു മിസ്റ്റേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 10-15ഓളം പേരുണ്ട്. ഇവരെല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു, അവർ ഷൗട്ട് ചെയ്യുന്നത് കണ്ടു, ഹാഷായിട്ട് സംസാരിക്കുന്നത് കണ്ടു, ഒക്കെ കണ്ടു. പിന്നീടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അവരൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് പോവാം, ഞാൻ പറയല്ലേ, നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം, ഞാൻ പോയേ പറ്റുള്ളൂ, എനിക്ക് പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പോണ സമയത്ത് ഈ ഡയറക്ടർ തന്നെ, ഈ സെയിം ഡയറക്ടർ തന്നെ എന്തുണ്ട്, അന്ന് അവിടെ കമ്പനിയുടെ മുമ്പിലുണ്ട് മൂപ്പര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ അന്ന് മൂപ്പരൊരു വല്ലാത്തൊരു രീതിയിലാണ് എന്നെ എന്ത് ചെയ്തത്, വെൽക്കം ചെയ്ത് എനിക്ക് വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നു. ജസ്റ്റ് ഹൗ ആർ യു, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പർ എന്ത് ചെയ്തത്, എന്നെ സാലറ്റ് കൂടുതൽ സംസാരിച്ചിട്ടൊന്നുമില്ല. ബട്ട് ദെൻ ടു മൂപ്പർക്ക് അറിയാം ഞാൻ ഇന്നലെയാണ് തെറ്റ് ചെയ്തത്, ആ തെറ്റ് ചെയ്ത ഒരാളാണ് എന്ത് ചെയ്യുന്നു, നീ എന്തിനാ ഇന്ന് വന്നത്, വേറെ ആളെ വിടണം എന്ന രീതിയിൽ മൂപ്പർ അന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആ കരിയർ ഞാൻ അവിടെ ഇട്ടേച്ച് പോയേനെ, ചടപ്പായിരുന്നു. ബട്ട് പിന്നീട് അങ്ങനെ തെറ്റ് വന്നു. പക്ഷെ എങ്കിലും മൂപ്പർ എന്ത് ചെയ്തു, നമ്മളേറ്റു ഒന്നും കൂടിയും കമ്പനി ആയി എന്നുള്ളതാണ്. പക്ഷെ പിന്നെ അങ്ങനെ ഒരു സംഭവം വരാൻ നമ്മൾ നിൽക്കില്ല, കുറെ റീചെക്ക് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് ദെൻ ടു പല സാഹചര്യങ്ങളും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ കാര്യമുള്ളൂ, തെറ്റുകൾ സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും, തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ മനസ്സിലാക്കി എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് എന്ന് പറയാൻ നമുക്കൊരു ബോധ്യം ഉണ്ടാവുക. ആ ബോധ്യത്തിലൂടെ കൂടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടാമതും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്ത്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്മാരാണ്, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്തിട്ട് അവിടുന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, നമ്മളെല്ലാവരും ട്രെയിനേഴ്സ് കൂടെയാണ്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് അവർ പറയുന്നത്, എന്തുകൊണ്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്തു, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ജോബ് ചെയ്യാൻ താല്പര്യമില്ലേ? ഇല്ല, എനിക്ക് ജോബ് ചെയ്യാം. മെജോറിറ്റി ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ഈവൻ എൻ്റെ ഒരു പ്രായത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മെജോറിറ്റി ആൾക്കാർക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തരുന്നത്. സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യുമായിരുന്നു എങ്കിൽ, ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു 4-5 ക്ലയൻസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 40ഓളം ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് അവരെല്ലാവരും ടീമിനെല്ലാവരും ഞാൻ ഒരു ടീം ഹെഡായിട്ട് ഞാൻ നിന്നിട്ട് ആ ടീമിനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്നതും അല്ലാതെ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസിങ് ചെയ്യുന്നതോ രണ്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ അവർ തിങ്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല.
പക്ഷെ 9 to 5 jobs. യെസ് 9 to 5 ജോബ് 9 to 5 ജോബിന് അതിൽ തീരെ താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്താലേ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഡയറക്റ്റ് തന്നെ നമ്മളൊരു ഓണ്ടർപ്രണർ ആയി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതൊക്കെ മേ ബി പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും. പക്ഷേ അതിൽ നടക്കുന്ന അതെ അതിൽ അത്രയും സക്സസ് ആവുന്ന എക്സെപ്ഷണൽ കേസുകളാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ 9 to 5 ജോബിൽ പഠിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ ഓഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതലും ഈ ഒരു +2 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി എന്താണ് കൊടുക്കാനുള്ളത്? 9 to 5 ജോബ്സ് ഇന്ന് റീൽസിലും കാര്യങ്ങളും വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാ റീൽസും എടുത്താൽ ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ആ രീതിയിലുള്ള ടോക്കാണ് നമ്മൾ ഇന്നത്തെ യങ് ജനറേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 9 to 5 ജോബ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ 2 തരം മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ഈ 9 to 5 ജോബ് എന്താവുള്ളൂ, തൃപ്തി ആവുള്ളൂ. ആള് ബിസിനസ് ചിലപ്പോൾ ചെയ്താൽ ആൾക്ക് എന്തുണ്ട്, റിസ്ക് എടുക്കാൻ ചെയ്യാത്ത ഒരാൾ ബിസിനസ് ചെയ്താൽ എന്താവും, പൊട്ടിപ്പോകുന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് എത്തുന്നത്. ഇപ്പം പലതരം മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഇപ്പോൾ അതേപോലെ തന്നെ ഈ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവരും ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, 9 to 5 ജോബ് ചെയ്യേണ്ടി വരും. അതിന് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം തന്നെ ഇപ്പോൾ പലയിടത്തും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനല്ല, പൈസ ഉണ്ടാക്കുക, ബിസിനസ് തുടങ്ങാൻ പൈസ ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ അടുത്തുള്ള സെൽഫ് പൈസ തന്നെ വേണമെന്നില്ല. പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഈവൻ അതിലും നമുക്ക് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേറെ ഒരാളെ പൈസ റോള് ചെയ്ത് ബിസിനസ് തുടങ്ങാനുള്ള വിൽ പവർ ഉണ്ടാവില്ല, 100% ഉണ്ടാവില്ല. മനസ്സിലാക്കാന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ആ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ, നമുക്ക് ഗ്രോത്ത് ആണോ എന്നുള്ളത് മനസ്സിലാക്കാന്നുള്ള ഒരു ക്വാളിറ്റിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നെയൊക്കെ സംബന്ധിച്ചതാണ്. ഞാനിപ്പോൾ ഒരു 9 to 5 ജോബിന്റെ മെറിറ്റും പറയുന്ന സമയത്തും ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കത് ഇഷ്ടമാണ്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യുന്നു, അതിൽ കുറേ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവുന്നു, അതിനുശേഷം നമുക്ക് നമ്മുടെ സമയം കിട്ടുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതൊന്നുമില്ല. പക്ഷേ കമ്പയർ ടു ഞാൻ മനസ്സിലാക്കിയത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗ്രോത്തിലെത്തി അതൊരു പ്രോഫിറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതിന്റെ വർക്ക് ലോഡ് പ്രഷർ താങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് ഞാൻ പേഴ്സണൽ അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം തന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. ആ ഒരു മൈൻഡ് സെറ്റ് അതന്നെ ആ മൈൻഡ് സെറ്റ്, ഒരാളുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ അതോ അതല്ല ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതിന്നാണ് നമ്മൾ ജോബ് കരിയർ ഏത് ചൂസ് ചെയ്യണം എന്ന് വരെ നമ്മൾ എത്തേണ്ട ഒരു രീതിയിലോട്ട് എത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഐ തിങ്ക് നമ്മൾ റീൽസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ യുവതലമുറ അല്ലെങ്കിൽ നമ്മളൊരു ജനറേഷൻ കൂടുതലും 9 to 5 ഹെയ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് എൻ്റെ ഒരു കംഫർട്ടിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. റയാൻ സാർ പറഞ്ഞ പോലെ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക് കാര്യങ്ങൾ അങ്ങനെ മാത്രം പറയാം, മൈൻഡ് സെറ്റിന്റെ ആണ്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് കേട്ടാൽ എന്താ നെഗറ്റീവാണ് വരും അല്ലേ? റിസ്ക് എടുക്കാൻ തയ്യാറാണ് അവര്. ഈ ഒരു മൈൻഡ് സെറ്റ്, അതായത് ബിസിനസ് മൈൻഡ് സെറ്റ്. അതായത് ഇതേ സമയത്ത് ഇതിന്റെ മുന്നേ കുറച്ച് സമയത്ത് നമ്മളെ നിസാം സാറായിട്ട് സംസാരിച്ച സമയത്ത് നിസാം സാർ പറഞ്ഞു ബിസിനസ് തുടങ്ങണം, വലുതാവണം, ഗ്രോത്ത് വേണം. ഞാൻ അന്ന് പറഞ്ഞത് എന്തിനാ, ഗവൺമെന്റ് ജോലി സേഫ് ഫൈൻ, നമ്മൾ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ. അന്ന് നിസാം സാർ നമ്മളോട് പറയുന്ന കുറേ സാറുണ്ട്, ഒരു ഓക്കെ ഫൈൻ സേഫ് ആണ്, പക്ഷെ ഒരു ലിമിറ്റഡ് ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുന്നു. പക്ഷെ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നോ ഇഷ്യൂ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നോ ഇഷ്യൂ. അതാണ് മൈൻഡ് സെറ്റ് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ബിസിനസ് എന്നുള്ള മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ള രീതിയിൽ അത് നമ്മളെ കുറിച്ച് ആലോചിക്കുക. ഐ തിങ്ക് ഇന്നത്തെ കാലത്ത് റിസ്കിനേക്കാൾ ഞാൻ പറയുന്നു ഐഡിയകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ട് എങ്കിൽ ബിസിനസ് കുറച്ചും കൂടി മോർ വാല്യുബിൾ. ഐ തിങ്ക് ബിസിനസ് ഐഡിയ കുറച്ചും കൂടി ആയിരിക്കും. ഐഡിയകൾക്ക് ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അൻഷി സാർ പറഞ്ഞ പോലെ നമുക്ക് പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മളെ ഫാമിലിയിലോ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങുന്ന അതൊക്കെ മാറിയിട്ട് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഐഡിയ ഉണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വർക്കബിൾ ആണെങ്കിൽ അതിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. വരെ കാണുന്നുണ്ട് ഇൻവെസ്റ്റർ ആയിട്ട് നിൽക്കുന്നു. സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ റെഡി ആണ് എന്ന് പറയുന്ന രീതിയിൽ അവരെ പോയി മീറ്റ് ചെയ്യുന്നു. അത് ഡോക്യുമെന്റ്. ഇന്നത്തെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് യങ് ജനറേഷൻ കൂടുതലും ഐഡിയകൾ ഇത് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ വീഡിയോസ് കാണുന്നുണ്ട്. അതായത് ഡോക്യുമെന്റ് ചെയ്യാണ്. ഒരേ ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഡോക്യുമെന്റ് ചെയ്യാണ് റീൽസിലും കാര്യങ്ങളിലും. അവരുടെ പകുതി നമ്മൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റ് എന്നുള്ള രീതി അവരുടെ പകുതി മാർക്കറ്റിംഗ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളൊരു ഐഡിയ ഉള്ളവർ എന്ത് ചെയ്യുന്നു, ഇന്ന് യങ് ജനറേഷൻ നമ്മൾ ജെൻസിനെ എത്ര നമ്മൾ അടക്കമുള്ള ആ ഇതിന് നമ്മൾ എത്ര ചെയ്യുന്നു, പക്ഷെ അത് താല്പര്യമുള്ളവർ
ചെയ്യുന്നവർ ഇന്ന് കോളേജിൽ തന്നെ എന്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്തുള്ള ഒരു സംഭവം പോസിറ്റീവ് ആണത്. പക്ഷെ അപ്പോഴും ഞാൻ 95 ജോബിനെ അത് നിങ്ങളെ പെർസ്പെക്റ്റീവ്, അത് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ 95 നമ്മൾ എന്താണോ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ കുറച്ചും കൂടി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ 9 to 5നെയും അതേപോലെ ഒരേപോലെ ബിസിനസ്സിനെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അതായത് വിച്ച് മീൻസ് രണ്ടിലും കൂടിയുള്ള റിസ്ക് ഒന്നും കൂടി ഹാൻഡിൽ ചെയ്തിട്ട് രണ്ടിലും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്നും കൂടി മൂവ് ചെയ്യുക എന്നുള്ളത്. അതായത് വിച്ച് മീൻസ് നല്ല കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈവൻ ദോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊന്നും കൂടി ഡെവലപ്പ് ചെയ്യുക. ആ ബിസിനസ് അത് നമ്മളൊരു ബിസിനസ്സായി കണ്ടിട്ട് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മീൻസ്. 9 to 5 തന്നെ നിന്നിട്ട് അവരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് ഗ്രോ ചെയ്യുക. വിച്ച് മീൻസ് ഡൈല്യൂഷൻ ഉണ്ട്. അവിടെയുള്ള 9 to 5 എന്നുള്ള സാധനം, റെസ്ട്രിക്റ്റഡ് സാധനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്ലസ് നമുക്ക് ബിസിനസ്സിലുള്ള റിസ്ക് എന്നുള്ള സാധനം അതൊന്നും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, മിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് പല രീതിയിലും പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പോകാനും അവിടെ നിൽക്കാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ ഒന്നും കൂടി വാല്യുബിൾ ആക്കി മാറ്റാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് അല്ല, ഞാൻ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതി ചോദിക്കുകയാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് അത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമില്ലേ? പറ്റുക പറഞ്ഞാൽ അവിടെ നീഡാണ്. മനുഷ്യനാണ് നമ്മളെ നീഡുകൾ മാറി മറിയാം. ചിലപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് നമ്മളെ എൻവയോൺമെന്റ്, നമ്മളെ സറൗണ്ടിങ്സ്, ചിലപ്പം നമ്മളൊരു നോർമൽ ലൊക്കാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള എല്ലാവരും ഒരേപോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു വർക്കിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു യാത്ര പോയതായിരിക്കും, യാത്ര പോയപ്പോഴായിരിക്കും ആ കുളത്തിലെ തവളയായ നമ്മൾ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിക്സഡ് റയാൻ സാറെ പറഞ്ഞപ്പോഴും റയാൻ സാറ് ഫാദർ ആൻഡ് മദർ ഏത് ഗവൺമെന്റ്, എന്റെ ഫാദർ ആൻഡ് മദറും ഗവൺമെന്റ് സെക്ടറിലാണ്. ഞാനും ചെറുപ്പം മുതൽ 2ാം ക്ലാസ് മുതൽ 12th വരെ ഉള്ളത് പറഞ്ഞാല് ഉപ്പാന്റെ ഉമ്മാന്റെ സ്കൂളിന്റെ ബാക്കിലാണ് വീടുള്ളത്. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ ഓഫീസാണ്. ഞാൻ അവിടെ പോകുന്നു, അവിടെയുള്ള ടീച്ചേഴ്സിനാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇതിൽ നിന്നൊരു ചെറിയ രീതിയിൽ എനിക്ക് ചേഞ്ച് വന്നു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പുറത്തു പോയി, ഡൽഹി യൂണിവേഴ്സിറ്റി. അതായത് നമ്മളെ കംഫർട്ട് സോൺ, നമ്മളെ എൻവയോൺമെന്റ് മാറിയിട്ട് പോയപ്പോൾ പല രീതിയിലുള്ള തോട്ട്സും നമ്മൾ സംസാരിക്കുന്ന രീതി, അവരോട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ ഇതിൽ എൻ്റെ പേഴ്സണലി ഞാൻ പറയാണ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിന്ന് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഈ 9 to 5 എന്നുള്ളതിലല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഇത് പോരാ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എൻ്റെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും ആ റിസ്ക് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ കാണണം. നമുക്ക് ഇവിടെ അറിയാം ഇതും ഒരു ബിസിനസ് എന്നുള്ളതാണ്. ആ ഒരു ബിസിനസ് ഉണ്ടാകുമ്പോൾ അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നവരാണ്, ഡേ ബൈ ഡേ നമ്മൾ കാണുന്നവരാണ്. അപ്പോൾ ആ രീതിയിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ഉള്ളിലോട്ട് എപ്പോഴും. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു ബൗണ്ടറി നമ്മൾ പറയുന്നത് കംഫർട്ട് സോൺ എന്ന് പറയലുണ്ട്. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളത് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ റിയൽ വേൾഡ് അറിയുള്ളൂ, ആ പ്രശ്നങ്ങൾ അറിയുള്ളൂ. നമ്മളെ ചുറ്റും നമ്മൾ 4 പേരും ഒരേ ഇതിനെ കുറിച്ചാണ്, മൈൻഡ് സെറ്റ് ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായി മാറും. ആ ഒരു ഇതിന് കംഫർട്ട് സോണിൽ നിന്ന് എപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്ടിവിറ്റി ആറിൽ ഉണ്ടായൊരു സംഭവമുണ്ട്, ഫാമിലി ഒരു കംഫർട്ട് സോൺ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എൻ്റെ ചെയ്തു ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, ഫാമിലി കംഫർട്ട് സോൺ ആണോ? ആണോ 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 ശരിയാണ്, ഡിപ്പെൻസ് ഓൺ പാരന്റ്സ് ആണ്. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾ ഇപ്പൊ ചുറ്റുപാട് നമ്മളെ ചുറ്റുപാട്ടത്തുള്ള ആളുകൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മളും എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ചുറ്റുവട്ടത്ത് ഒരു അവിടെ എന്ത് ചർച്ച ചെയ്യുന്നോ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ മൈൻഡ്. ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയാലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിലും ഈ മൈൻഡ് സെറ്റ് വരുന്നത് നമ്മുടെ ഈ സർക്കിളിൽ അവർ എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എൻ്റെ ഫാദർ പക്ക ഒരു ബിസിനസ് മാനാണ്. അതായത് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. അത് ചിലത് ഫോൾട്ട് ആവാം, ചിലത് എന്ത് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ഫോൾട്ട്സ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ആ റിസ്ക് എടുക്കാൻ എനിക്ക് പലപ്പോഴും പേടിയാണ്. ചിലപ്പോൾ എൻ്റെ ഫാദർ കൂടുതലും ക്രെഡിറ്റിലേക്ക് പോയത് ചിലപ്പം ബിസിനസ് നടത്തിയിട്ട് മാത്രം, അല്ലാതെ വേറെ കുഴപ്പം എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടോ അല്ല. കൂടുതലും ബിസിനസ്സുകൾ, പല രീതിയിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ താല്പര്യപ്പെട്ടിട്ടായിരിക്കും. പക്ഷേ ആ ഒരു റിസ്ക് കണ്ടിട്ടാണ് തോന്നുന്നത്, ആ റിസ്ക് ഞാൻ ശരിക്കും അനുഭവിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായത് കൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടി എന്താണ് ഫിക്സഡിലേക്ക് ഞാൻ പോകുന്നത്. എന്നാൽ എനിക്ക് എന്ത് വേണം, അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു ഗ്രോത്ത് വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മിക്സഡ് ടൈപ്പ്, ഐ തിങ്ക് അത് ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. എന്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മളൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത് ഗ്രോത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് നല്ലൊരു ഐ തിങ്ക് നല്ലൊരു ഐഡിയ ആയിരിക്കും എന്നുള്ളതാണ്.
9 to 5 ഒന്നുമില്ലെങ്കിലും 9 മണിക്കൊന്ന് പഞ്ച് ചെയ്യണമല്ലോ. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? മറ്റേത് ഏൺ ചെയ്ത് നമുക്ക് തുടങ്ങുമ്പോൾ പിന്നെ ഒരു ലേസിനെസ് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ എൻ്റെ ഭാഗം അടിപൊളിയാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. പക്ഷെ ബിസിനസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊരിക്കലും സമ്മതിച്ചില്ല. റൈറ്റ് സാർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ വർക്ക് എൻവയോൺമെൻറ്റിനെ അത് ബാധിക്കും, ഓരോ പെർഫോമൻസിനെ അത് ബാധിക്കും. പക്ഷേ അതൊരു റെസ്ട്രിക്ഷൻ എന്നുള്ള മോഡിലേക്ക് മാറുന്നതിന് പകരം നമ്മളൊരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ഡിസിപ്ലിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എംപ്ലോയീസ് മാറുകയാണെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പം മിലിറ്ററി പട്ടാള ചിട്ടയാണെന്ന് പറഞ്ഞ് പട്ടാളത്തിൽ നിർത്തി പോരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ അത് കീപ്പ് ചെയ്താൽ അതിൻ്റെതായ എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വരുന്ന സമയത്തും അത് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് മെറിറ്റ് ആവും എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ ആവില്ല എന്നുള്ളതാണ്. അവിടെയും മൈൻഡ് സെറ്റ് ആണ്, എല്ലായിടത്തും മൈൻഡ് സെറ്റ്. സോ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ. അതിൽ ഒരു കാര്യം വേണമെങ്കിൽ പറയാം. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മൊത്തം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഇന്ന് കാലത്ത് എന്ത് വരുന്നുണ്ട്, BEd ഞാൻ പറഞ്ഞു ചാർട്ടിന്റെ സംഭവം. പക്ഷെ ഇന്ന് ടെക്സ്റ്റ് ബുക്കുകൾ കേരള സിലബസിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് ഇന്ന് 9ാം ക്ലാസ്സിലെ ഞാൻ ഒരു ചാപ്റ്റർ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അതിൽ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ബുക്കിൽ ഇല്ലാത്തൊരു സംഭവം മാറി വരുന്നുണ്ട്. അതിൽ ഒരു ഗ്രാഫ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ, ഇൻക്രീസ് ഇൻ എബിലിറ്റി, ടെക്നിക്കൽ നോളജ്, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ടാണ് ബെറ്റർ ജോബ്, ബെറ്റർ ഇൻകം, ബെറ്റർ ക്വാളിറ്റി ലൈഫ് ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. ആ ഒരു സ്റ്റേജിൽ ഇന്ന് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു, ബെറ്റർ ജോബ്, ബെറ്റർ ഇൻകം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ്. നമ്മൾ പണ്ട് നമുക്കറിയാം IT മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് പുറമെ പല രീതിയിലുള്ള ടെക്നിക്കലി വളർത്താൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എസെൻഷ്യൽ ആയി എന്നുള്ളതാണ്. ബുക്കിലും കാര്യങ്ങളും ചേഞ്ചസ് വരുന്നതാവും. ഒറ്റടിക്ക് മൊത്തത്തിൽ ചേഞ്ചസ് എന്നുള്ളത് എന്തായാലും പോസിബിൾ അല്ല എന്നുള്ള സംഭവം പാടി നമ്മളെ പാർട്ടിയിൽ നമ്മൾ പറയേണ്ടതിരിക്കുന്നു. എന്തായാലും അതിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള റെവല്യൂഷന് വേണ്ടി പ്രതീക്ഷിക്കാം. വരുന്ന കാലങ്ങളിൽ ആ റെവല്യൂഷൻ ഉണ്ടാവട്ടെ. നമ്മളൊരു ഓഫ്ലൈൻ എഡ്യൂക്കേഷനെ മോശമാക്കിയിട്ടോ ഓൺലൈൻ എഡ്യൂക്കേഷനെ മോശമാക്കിയിട്ടോ പറയല്ല, സിസ്റ്റത്തിനെയും മോശമാക്കി പറയല്ല. ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നമ്മളെ പെർസ്പെക്റ്റീവ്, നമ്മളെ മൈൻഡ് സെറ്റുകൾ നമ്മൾ എന്താക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ കൂടുതൽ സ്കിൽഡായ, കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവട്ടെ, ബിസിനസ്മാൻമാരാവട്ടെ, 9 to 5 ഇഷ്ടപ്പെടുന്നവരാവട്ടെ, ഇഷ്ടപ്പെടാത്തവരാവട്ടെ, ബിസിനസ്മാൻമാരാവട്ടെ, എല്ലാവരും ഉണ്ടായി വരട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ എല്ലാവരും വേണം. എല്ലാരും എക്കോസിസ്റ്റത്തിൽ എല്ലാരും വേണം. സഹജീവികൾ എന്നാണല്ലോ സഹകരിച്ച് റീൽസ് കാണുമ്പോ ബിസിനസ് അത് നമ്മളൊരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് അതൊരു ആ ഒരു ലെവലിലേക്ക് മാറ്റാൻ. നേരത്തെ നിസാം സാർ പറഞ്ഞതുപോലെ ഗവൺമെന്റ് എംപ്ലോയീസിന് തീരെ ഇഷ്ടമല്ല. നിസാം സാറ് ഗവൺമെന്റ് ജോബ്സ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഗവൺമെന്റ് ജോബ്സ് ചെയ്യാൻ പിന്നീട് ആരുണ്ടാവും? എല്ലാവരും ഇതൊരു മൈൻഡ് സെറ്റിലോട്ടാണ് വരിക എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഗവൺമെന്റ് ജോബ് ചെയ്യാൻ അവിടെ വേറെ ആളില്ല. അപ്പം സോ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും വേണം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വേണം. ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കറിയാം PSCയിൽ നിന്ന് എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇവന്തോ ഇത്രത്തോളം കഷ്ടപ്പാടാണ്, ബ്ലോക്കേജ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് താല്പര്യമാണ്, അവരെ മൈൻഡ് സെറ്റ് ആണ്. അതൊരു ഒരിക്കലും മോശം എന്ന് പറയത്തില്ല. അവര് ഫോക്കസ് ചെയ്യുന്നത് ഒന്നുകൂടി ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒന്നും കൂടി ഗവൺമെന്റ് സെക്ടറിൽ ഒന്നും കൂടി വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖല ആഗ്രഹിക്കുന്നവർക്ക് അത് ഡെഫിനറ്റ്ലി അതൊരു വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. 100% PSC ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വരികയാണ്. PSCന്റെ ഒപ്പം SSC, ഞാൻ പറഞ്ഞു അപ്ഡേഷൻസിനനുസരിച്ച് SSC എന്നുള്ള പാർട്ട് നമ്മുടെ കേരളത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി SSC എന്നുള്ള പാർട്ടിലൂടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പൊ ആദ്യം നമ്മുടെ നാട്ടിലെ PSC മാത്രമല്ലായിരുന്നു, ഇപ്പൊ SSC എന്നുള്ള പാർട്ടിലൂടെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എന്നുള്ള രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ ആളുകൾ എന്താണ് റെഡിയാണ്, ആ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള. പക്ഷെ ചിലവരോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും പറയുന്നവരുണ്ട്. 9 to 5 ജോബിനെ അല്ലെങ്കിൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരെ നെഗറ്റീവ് ആക്കി. അത് ഓരോരുത്തരും നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ 4 പേരുടെയും പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ കേൾക്കുന്നവർക്ക് വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സ്കില്ലാണ്. എനിക്ക് തോന്നുന്നത് അതൊരു സ്കില്ലായി മാറണം. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു അത് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, മറ്റുള്ളവന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് അത് പാടില്ല. അതാണ് അവിടെയാണ്
പറഞ്ഞു കൊടുക്കുന്നോണ്ട് തെറ്റില്ല, പക്ഷെ ഓർഡർ ചെയ്യരുത്, നീ അതന്നെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റാരുടെയോ അവകാശമല്ല എന്നുള്ള രീതിയിൽ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? വേറെ എന്തെങ്കിലും? അപ്പൊ ഇന്ന് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാത്തിലൂടെ ഇങ്ങനെ വണ്ടി കടന്നു കയറി ഞങ്ങളുടെ പെർസ്പെക്റ്റീവാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഒന്നും കൂടി സ്പെസിഫൈഡ് ആയിട്ട് കുറച്ചും കൂടി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ സംസാരിച്ചിട്ടും അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സ്റ്റുഡൻസിൻ്റെയും നമ്മളുടെ മൊത്തം ഫാമിലിയെ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാ ഇനി കൂടുതൽ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ? സോ ഈ ഒരു പോഡ്കാസ്റ്റിനെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ നല്ല കാര്യങ്ങൾ, കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്ഡേഷൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഡെഫിനറ്റ്ലി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഇറയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഈ പോഡ്കാസ്റ്റ് പോലും ചിലപ്പോൾ ഒരു അപ്ഡേഷൻ ആണ് അല്ലേ? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ആളുകളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേഷൻ ആണ് കാര്യങ്ങൾ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ ചിലപ്പോൾ ഞങ്ങളെ മുഖങ്ങളെല്ലാം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ വേറെ അക്കാദമിക്കായിട്ടും CEO കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കും. പക്ഷെ എല്ലാതും ബൈ ദ എൻഡ് എന്ന് പറയുന്നത് അപ്ഡേഷൻസും കാര്യങ്ങളും ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള എന്നാണ്. സോ കൂടുതൽ ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനും ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് ഇന്നത്തെ കാലത്ത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. സോ അത് ചെയ്യേണ്ട കാര്യങ്ങൾ. വീണ്ടും ലാസ്റ്റ് പറയാണ്, ഇന്നത്തെ കാലത്ത് പോഡ്കാസ്റ്റ് കാണാനോ എന്തില്ല, ആളുകളില്ല. അത് ഷോർട്സ് ആക്കി 1 മണിക്കൂർ അപ്പൊ അത് ഷോർട്സ് ആക്കി റീൽസിൽ വരികയാണ്, അല്ലെങ്കിൽ ഷോർട്സിൽ വരികയാണ് മെയിൻ. ഇതിലിപ്പോ നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചാൽ 1 മണിക്കൂർ എന്താവില്ല, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവില്ല. അത് വീണ്ടും എടുത്തുകൊണ്ട് കട്ട്സ് ആക്കി ഷോർട്സ്, അല്ലെങ്കിൽ പിന്നെ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റുകൾ സംസാരിക്കണം. ഇത് കാണുന്നവര് പിള്ളേർ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഇൻഷാ അല്ലാ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവുക. സോ വി എക്സ്പെക്ട് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞങ്ങൾ ചർച്ച ചെയ്തതിൽ പല രീതിയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അതൊന്നും പറയാൻ റയാൻ സർ, ലുത്തുഫ് സർ, സാഹിൽ സർ, അൻഷിദ് സർ. അപ്പോൾ ആ രീതിയിലുള്ള ഓരോരുത്തർ പറഞ്ഞത് ഏത് സമയമാണോ അത് ഇതാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്ത് ചെയ്യുക, കമന്റ്സിൽ രേഖപ്പെടുത്തുക. ആ കമന്റുകൾക്കായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നതാണ്. So by the time we are ending, signing off Skill Age Academy. ശുഭദിനം.